ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ പ്രവർത്തനത്തിലെ ചരിത്രപരമായിട്ടുള്ള മുന്നേറ്റത്തിൻ്റെ സാക്ഷ്യം കുറിക്കുന്ന ഒരു സുദിനമാണ് ഇന്നത്തെ ഈ ദിനം. ഈ സുദിനം കേരളത്തിലെ പാർട്ടിയുടെ താമര ചിഹ്നത്തിൽ വിജയിച്ച NDAയുടെ പിന്തുണയോടുകൂടി NDA ഘടകകക്ഷി എന്ന നിലയിൽ താമര ചിഹ്നത്തിൽ വിജയിച്ച BJPയുടെ ജനപ്രതിനിധികളുടെ സമ്മേളനമാണ്. ഈ സമ്മേളനം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 2000-ൽ പരം വരുന്ന ജനപ്രതിനിധികൾ അതോടൊപ്പം തന്നെ അവർക്ക് വിജയിക്കാൻ വേണ്ടിയുള്ള സാഹചര്യമൊരുക്കി അതിനുവേണ്ടി കഠിനമായിട്ട് പരിശ്രമിച്ച ലക്ഷക്കണക്കിന് വരുന്ന പ്രവർത്തകരെ പ്രതിനിധീകരിച്ചുകൊണ്ട് പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റുമാർ എന്നിവർ ഒരുമിച്ച് കൂടുന്ന സമ്മേളനമാണിത്. ഈ സമ്മേളനത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാനത്തെ മുഴുവൻ നേതാക്കന്മാരും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ പ്രഭാരിയായിട്ടുള്ള ശ്രീ പ്രകാശ് ജാവ്ദേക്കർജി ഉൾപ്പെടെയുള്ള എല്ലാവരും സന്നിഹിതരാണ്. ഈ സമ്മേളനം അനന്തപുരിയിൽ വെച്ച് നടക്കുന്നതിൻ്റെ സാംഗത്യം നമുക്കെല്ലാവർക്കും അറിയാം. ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ പിന്നിട്ട 70 ആണ്ടുകൾ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും ഭരണ ചരിത്രത്തിൻ്റെതായിരുന്നു. ആ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും ഭരണ ചരിത്രത്തിന് അന്ത്യകൂദാശ ചെയ്യാനുള്ള ഒരു തുടക്കം കുറിച്ച മണ്ണാണ് അനന്തപത്മനാഭന്റെ തിരുസന്നിധിയായിട്ടുള്ള ഈ തിരുവനന്തപുരം. ഈ തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ വലിയ ഒരു വിജയരഥം ആരംഭിച്ചിരിക്കുകയാണ്. ആ വിജയരഥം തിരുവനന്തപുരത്തുനിന്ന് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. തിരുവനന്തപുരം നഗരസഭ ഭാരതീയ ജനതാ പാർട്ടിയുടെ കേവലമായിട്ടുള്ള ഭൂരിപക്ഷത്തോടുകൂടി ഭാരതീയ ജനതാ പാർട്ടിക്ക് കരഗതമാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു പ്രത്യേക സാഹചര്യമാണ് ഇവിടെ നിന്നുള്ള ഈ മുന്നേറ്റത്തിന് നമുക്ക് ശക്തി പകരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 8 മാസക്കാലമായി കേരളത്തിലെ 10,000-കണക്കിന് വരുന്ന പാർട്ടി പ്രവർത്തകരുടെ നിതാന്തമായിട്ടുള്ള പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഇന്ന് കേരളത്തിൽ വളരെ വലിയൊരു നേട്ടമുണ്ടാക്കുവാൻ സാധിച്ചത്. ഇന്ന് വിജയിച്ചു വന്നിരിക്കുന്ന പ്രവർത്തകരെ പോലെ തന്നെ വിജയത്തിന് വേണ്ടി പരമാവധി പരിശ്രമിച്ച് തുച്ഛമായ വോട്ടുകൾക്ക് പരാജയപ്പെട്ടു പോയിട്ടുള്ള ആയിരക്കണക്കിന് പ്രവർത്തകരെ ഈ സമയത്ത് നമ്മൾ ഓർക്കുകയാണ്. അതുപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടി നിയോഗിച്ച ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ 90% വരുന്ന പ്രദേശങ്ങളിലും താമര ചിഹ്നത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധികളായിട്ട് മത്സരിച്ച 20,000-ൽ പരം വരുന്ന സഹപ്രവർത്തകരുടെ ആ പ്രസ്ഥാനത്തിനോടുള്ള പ്രതിബദ്ധത അത് നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കുന്നതല്ല. ആ 20,000-ൽ പരം വരുന്ന പ്രവർത്തകരെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി കഠിനമായിട്ടുള്ള പരിശ്രമം നടത്തിയ ലക്ഷോപലക്ഷം വരുന്ന പ്രവർത്തകരുടെ ആ പരിശ്രമത്തെയും നമ്മൾ അങ്ങേയറ്റം ആദരപൂർവം ഈ വേദിയിൽ വെച്ച് ഓർക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് ഒരു ദശാബ്ദങ്ങളായിട്ട് തുടരുന്ന അനസ്യൂതമായിട്ടുള്ളൊരു ആദർശത്തിന്റെ മുന്നോട്ടുള്ള പോക്കാണ്. ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ആദ്യത്തെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ O രാജഗോപാൽ ഉൾപ്പെടെയുള്ളവർ നമ്മുടെ ഈ വേദിയിലുണ്ട്. ഈ അനസ്യൂതമായിട്ടുള്ള ആദർശത്തിന്റെ പ്രവാഹത്തിൽ കഠിനമായിട്ടുള്ള പരിശ്രമം കൊണ്ട് ഈ കേരളത്തിന്റെ അധികാരം നേടുക എന്നുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ ഇത്രയും കാലം ചെയ്തിരുന്നത്. ആ കഠിനമായിട്ടുള്ള പരിശ്രമം കൊണ്ട് അധികാരത്തിന്റെ അടുക്ക എത്തുമ്പോൾ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ചു ചേർന്ന് ഭാരതീയ ജനതാ പാർട്ടിയെ പരാജയപ്പെടുത്താനും അതോടൊപ്പം തന്നെ ചില രാജ്യദ്രോഹ ശക്തികൾ ഒരുമിച്ചു ചേർന്ന് BJPയുടെ മുന്നേറ്റത്തെ ചെറുക്കാനും തടയാനും പരിശ്രമിച്ചിട്ടുള്ള ചരിത്രവും നമ്മുടെ മുന്നേറ്റത്തിൽ നമുക്ക് വിഘാതമായിട്ട് നിന്ന ചരിത്രമാണ്, ഇന്നലെയുടെ ചരിത്രമാണ്. ആ ചരിത്രത്തെ മുഴുവൻ തന്നെ നശിപ്പിച്ചുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരുവനന്തപുരം മഹാനഗരത്തിൽ ഭാരതീയ ജനതാ പാർട്ടി അതിന്റെ വെണ്ണിക്കൊടി പാറിപ്പിച്ചത്. അതുപോലെ തന്നെ തൃപ്പൂണിത്തുറയിലും പാലക്കാട്ടും 2 മുനിസിപ്പാലിറ്റികളിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് സധൈര്യം മുന്നോട്ട് പോകാൻ ആത്മാഭിമാനത്തോടുകൂടി അതോടൊപ്പം തന്നെ ഭരണ മികവിന്റെ അടിസ്ഥാനത്തിൽ നരേന്ദ്രമോദി ഈ രാജ്യത്തിന് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന വികസിത കേരളം എന്നുള്ള സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി നമുക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ നമ്മുടെ മുൻനിരയിൽ ഇരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, വൈസ് പ്രസിഡന്റുമാർ, 30 ഗ്രാമപഞ്ചായത്തുകൾ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്തുകളായിട്ട് നമുക്ക് മാറിയിരിക്കുന്നു. ഈ ഗ്രാമപഞ്ചായത്തുകളും 2 മുനിസിപ്പാലിറ്റികളും തിരുവനന്തപുരം നഗരസഭയും കാണിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി ഇനി പെർസെന്റേജുകളുടെയും വോട്ട് ഷെയറിന്റെയും മാത്രം കണക്കെടുക്കുന്ന പാർട്ടിയല്ല.
ഭാരതീയ ജനതാ പാർട്ടി അധികാരം പിടിക്കാൻ പോകുന്ന പാർട്ടിയാണ് എന്ന സന്ദേശമാണ് 2025 സന്ദേശമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടി അധികാരം പിടിക്കുന്ന പാർട്ടി എന്ന സന്ദേശമാണ്. 1987 ശ്രീ നരേന്ദ്രമോദിജി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 2025 ഡിസംബർ മാസം 13 തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ആരാധ്യനായിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ ഫോണിൽ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് കൺഗ്രാജുലേഷൻസ്, അഭിനന്ദനങ്ങൾ എന്നുള്ള വാക്ക് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് 1987 ഗുജറാത്തിലെ അഹമ്മദാബാദ് മുനിസിപ്പാലിറ്റി പിടിച്ചെടുത്തുകൊണ്ടാണ് ഗുജറാത്തിന്റെ ജൈത്രയാത്രയ്ക്ക് ഞങ്ങൾ ആരംഭം കുറിച്ചത്. അതുപോലെ മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖരൻ, നിങ്ങൾ 2025 കേരളത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരത്തിന്റെ അധികാരം പിടിച്ചെടുത്തുകൊണ്ട് കേരളത്തിന്റെ അധികാരത്തിന് വേണ്ടിയുള്ള ജൈത്രയാത്ര ആരംഭിച്ചിരിക്കുന്നു. അതിനാണ് അഭിനന്ദനങ്ങൾ എന്നാണ് ശ്രീ നരേന്ദ്രമോദി ശ്രീ രാജീവ് ചന്ദ്രശേഖരനോട് പറഞ്ഞത്. അദ്ദേഹത്തിന് നൽകിയ അഭിനന്ദനങ്ങൾ കേവലം രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന വ്യക്തിക്ക് നൽകിയ അഭിനന്ദനമല്ല, അതിനുവേണ്ടി കഠിനമായിട്ട് പരിശ്രമിച്ച ലക്ഷോപലക്ഷം വരുന്ന പാർട്ടി പ്രവർത്തകർക്ക് നൽകിയ അഭിനന്ദനമാണ്, അഭിവാദ്യങ്ങളാണ്, ആശംസകളാണ്. അതുപോലെ തന്നെ ഈ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തിയ, ജീവൻ നൽകിയും ഈ പ്രസ്ഥാനത്തെ സംരക്ഷിച്ച നമ്മുടെ വീരരായിട്ടുള്ള ബലിദാനികൾ, അവർ സ്വപ്നം കണ്ടതിലേക്ക് എത്താൻ വേണ്ടിയുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുകയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് നമുക്ക് നിസ്സംശയം പറയാം. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ 1987 അഹമ്മദാബാദിൽ എന്താണോ സംഭവിച്ചത്, അതിനുശേഷം എന്താണോ ഗുജറാത്തിലുണ്ടായത്, അത് തന്നെയാണ് 2025 തിരുവനന്തപുരത്തുണ്ടായിരിക്കുന്നത്, അത് തന്നെയാണ് പാലക്കാട്ടുണ്ടായിരിക്കുന്നത്, അത് തന്നെയാണ് തൃപ്പൂണിത്തുറയിൽ ഉണ്ടായിരിക്കുന്നത്, അത് തന്നെയാണ് 30 ഗ്രാമപഞ്ചായത്തുകളിൽ ഉണ്ടായിരിക്കുന്നത്. എന്താണോ അതിനുശേഷം ഗുജറാത്തിൽ സംഭവിച്ചത്, അത് തന്നെയാണ് 2026 മുതൽ കേരളത്തിലും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കം വേണ്ട. ഇടതും വലതും കയ്യിൽ വെച്ചിരിക്കുന്ന സർവാധികാരങ്ങളും ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകരുടെ കരങ്ങളിലേക്ക് എത്തിക്കുന്നതുവരെ വിശ്രമമില്ലാതെ പ്രവർത്തിക്കാനുള്ള ആത്മവിശ്വാസവും കരുത്തുമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ കേരളത്തിൽ നൽകുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ ഉത്തരവാദിത്വത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. ഈ പരിപാടിയിൽ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്റെ ഉത്തരവാദിത്വം. ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നത് സമാരാധ്യനായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖരാണ്. രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു സ്വപ്നം മാത്രമേ ഉള്ളൂ. രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഷ ഒന്ന് മാത്രമാണ്. ആ ഭാഷ എന്ന് പറയുന്നത് വികസിത കേരളം എന്നുള്ള സ്വപ്നമാണ്. 70 വർഷമായിട്ട് ഈ കേരളത്തെ വികസിപ്പിക്കാൻ സാധിക്കാത്ത, രക്ഷിക്കാൻ സാധിക്കാത്ത ഇടത് വലത് മുന്നണികൾക്ക് ചങ്കിടിപ്പുണ്ടാക്കുന്ന ഭാഷയാണ് വികസിത കേരളം എന്ന BJPയുടെ ഭാഷ. ആ ഭാഷ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചരിത്ര നേട്ടം നേടിത്തരാൻ നമുക്ക് നായകത്വം വഹിച്ച ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ ഈ യോഗത്തിന്റെ അധ്യക്ഷ വേദിയിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ അമിത്ഷാജിയോടൊപ്പം അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുകയാണ്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ അമിത്ഷായാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകാൻ, അതിനുവേണ്ടി നമുക്ക് ആത്മവിശ്വാസം നൽകാൻ, നമുക്ക് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാൻ 2 പ്രാവശ്യമാണ് അദ്ദേഹം കേരളത്തിലേക്ക് എത്തിയത്. ജൂലൈ 12 അദ്ദേഹം തിരുവനന്തപുരത്തും ഓഗസ്റ്റ് 22 അദ്ദേഹം എറണാകുളത്തും എത്തി. അതിനുശേഷം പറഞ്ഞു ഇനിയും ഞാൻ വരും എന്ന് പറഞ്ഞു. അദ്ദേഹം വീണ്ടും വന്നിരിക്കുന്നു തിരുവനന്തപുരത്ത് നമ്മൾ അഭിവാദ്യം ചെയ്യാനും ആശംസകൾ നേരാനുമായിട്ട്. അദ്ദേഹമാണ് 2026 ഭാരതീയ ജനതാ പാർട്ടിയുടെ പോരാട്ടങ്ങൾക്ക് പതാകവാഹകനായി നമുക്ക് ശക്തി പകരാൻ മിഷൻ 2026 ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ശ്രീ അമിത്ഷാജിയാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. വേദിയിൽ സന്നിഹിതനായിരിക്കുന്ന ശ്രീ ജോർജ് കുര്യൻ, നമ്മളിൽ ഒരാളായിട്ടുള്ള ഒരു പ്രവർത്തകൻ, കേന്ദ്രമന്ത്രി എന്ന ഭാവമോ അത്തരത്തിലുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ എക്കാലത്തും പാർട്ടി പ്രവർത്തകനായിട്ട്, സാധാരണ പ്രവർത്തകനായിട്ട് തുടർന്ന് ഇന്നും ഒരു സാധാരണ പ്രവർത്തകനായിട്ട് ഇരുന്നു കൊണ്ട് കേന്ദ്രമന്ത്രി പദം വഹിക്കുകയും കേരളത്തിൽ 1000 കോടി രൂപയിലേറെയുള്ള വികസന പദ്ധതികൾ ഈ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ചെയ്യാൻ സാധിക്കുകയും ചെയ്ത, കേരളം ഒരിക്കലും വിസ്മരിക്കാത്ത കേന്ദ്രമന്ത്രിയായിട്ട് ഇതിനോടകം പേരെടുത്ത ശ്രീ ജോർജ് കുര്യൻ അവർകളെ ഈ വേദിയിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. പാർട്ടിയുടെ സമാരാധ്യനായിട്ടുള്ള പ്രകാശ് ജാവ്ദേക്കർജി,
കഴിഞ്ഞ 4-5 വർഷക്കാലമായിട്ട് കേരളത്തിന്റെ ഓരോ ഗ്രാമത്തിലും പ്രകാശ് ജാവ്ദേക്കർജിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. കേരളത്തിലെ നഗരങ്ങളിൽ പ്രകാശ് ജാവ്ദേക്കർജിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. നമ്മുടെ പ്രവർത്തകരുടെ വീടുകളിൽ പ്രകാശ് ജാവ്ദേക്കർ ഏതു നിമിഷവും എത്താവുന്ന, സാധാരണക്കാരോടൊപ്പം പ്രവർത്തിക്കുന്ന, അതോടൊപ്പം തന്നെ വലിയ കാഴ്ചപ്പാടുകൾ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ച ഏറ്റവും കരുത്തനായിട്ടുള്ള ദേശീയ നേതാവ് ശ്രീ പ്രകാശ് ജാവ്ദേക്കർജിയെ വളരെ ആദരവോടുകൂടി ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഐ വെൽക്കം ശ്രീ പ്രകാശ് ജാവ്ദേക്കർജി. അതുപോലെ തന്നെ നമ്മുടെ മുന്നിലുള്ളത് പാർട്ടിയുടെ ശ്രീ സദാനന്ദം മാസ്റ്റർ. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളുടെ ആവേശമാണ്, നമ്മുടെ വികാരമാണ് ശ്രീ സദാനന്ദം മാർക്സിസ്റ്റ് പാർട്ടിയുടെ കരാള ഹസ്തങ്ങൾക്ക് മുമ്പിൽ സ്വന്തം കാല് വലിച്ചെറിഞ്ഞു കൊടുത്തിട്ട് പ്രസ്ഥാനത്തെ സംരക്ഷിക്കലാണ് എനിക്ക് ഒരിക്കലും നഷ്ടപ്പെടുത്താൻ കഴിയാത്ത എന്റെ വീര്യമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ശ്രീ സദാനന്ദ മാഷ് ഇന്ന് കണ്ണൂരിലെ എന്നെയും നിങ്ങളെയും പോലെയുള്ള ഒരു സാധാരണ പ്രവർത്തകനാണെങ്കിൽ പോലും അദ്ദേഹം ഇന്ന് നരേന്ദ്ര ദാമോദർ ദാസ് മോദി തെരഞ്ഞെടുത്ത ഇന്ത്യയിലെ ഒരു MP ആയിട്ട്, രാജ്യസഭാ MP ആയിട്ട് മാറിയിരിക്കുകയാണ്. കേരളത്തിലെ സാധാരണ പ്രവർത്തകർക്ക് സമർപ്പിതമായിട്ട് പ്രസ്ഥാനത്തിന് വേണ്ടി എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തെ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. വേദിയിൽ സന്നിഹിതനായിരിക്കുന്ന ശ്രീ PK കൃഷ്ണദാസ്, മുൻ സംസ്ഥാന അധ്യക്ഷൻ, അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായി കേരളത്തിൽ വികസന സ്വപ്നങ്ങൾ BJPയുടെ കേന്ദ്ര മന്ത്രിസഭയിലൂടെ സാധ്യമാണ് എന്ന് പ്രഖ്യാപിച്ച ശ്രീ V മുരളീധരൻ അവർകളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കേരളത്തിലെ ആദ്യത്തെ MLAയും ആദ്യത്തെ കേന്ദ്രമന്ത്രിയുമായ ശ്രീ O രാജഗോപാൽ അവർകളെ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീ കുമ്മനം രാജശേഖരൻ, രാജേട്ടനെ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളിൽ ഒരു പ്രവർത്തകനായിട്ടുള്ള, അതോടൊപ്പം തന്നെ ഉദാത്തമാർന്ന ചിന്തകൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ശ്രീ കുമ്മനം രാജേട്ടനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ യുവ നേതാക്കന്മാരുടെ എന്നെന്നുമുള്ള ആവേശമായിട്ടുള്ള ശ്രീ K സുരേന്ദ്രൻ, പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ, അദ്ദേഹത്തെ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ശ്രീ CK പത്മനാഭൻ അവർകളെ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മുൻ അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ ശ്രീ AP അബ്ദുള്ളക്കുട്ടി അവർകളെ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ശ്രീ MT രമേശ്, പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അവർകളെ സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, അവരുടെ നാവുകൾ നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ അവർകളെ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ശ്രീ അനൂപ് ആന്റണി, ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ VV രാജേഷ്, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും തിരുവനന്തപുരം നഗരസഭയുടെ മേയറുമായിട്ടുള്ള നമ്മുടെ പ്രിയ സുഹൃത്ത്, സഹപ്രവർത്തകൻ ശ്രീ VV രാജേഷിനെ സ്വാഗതം ചെയ്യുന്നു. ആരാധ്യനായിട്ടുള്ള ശ്രീ അമിത്ഷാജി ഈ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തെ സ്വാഗതം. ജയ് ജയ് ഭാരത് മാതാ. സ്വാഗതം സുസ്വാഗതം. സ്വാഗതം സുസ്വാഗതം. സ്വാഗതം സുസ്വാഗതം. സ്വാഗതം. പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും മുനിസിപ്പൽ ചെയർമാൻമാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് വേദിയിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ എല്ലാം ആരാധ്യനായിട്ടുള്ള നമ്മുടെ പ്രേരണാ സ്രോതസ്, രാജ്യസുരക്ഷയ്ക്ക് വെല്ലുവിളിയായിട്ടുള്ളവരുടെ പേടി സ്വപ്നം, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പകരം വെക്കാനില്ലാത്ത അതുല്യനായിട്ടുള്ള രാഷ്ട്രശില്പി, പാർട്ടിയുടെ മുൻ ദേശീയ അധ്യക്ഷനും കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുമായിട്ടുള്ള ശ്രീ അമിത്ഷാജി ജയ് ജയ് ഭാരത് മാതാ. ജയ് ജയ് ഭാരത് മാതാ. മിഷൻ 2026 നമുക്ക് വേണം വികസിത കേരളം, നമുക്ക് വേണം സുരക്ഷിത കേരളം എന്ന വലിയ ലക്ഷ്യത്തോടുകൂടി, ഒറ്റ മനസ്സോടുകൂടി നമ്മൾ അധ്വാനിക്കാൻ തയ്യാറായി ഇവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട പ്രവർത്തകർക്ക്, അവർക്ക് ആത്മവിശ്വാസം പകരാൻ വേണ്ടിയിട്ട്, അവരുടെ ആവേശം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്ന പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള ശ്രീ അമിത്ഷാജി. നമുക്കറിയാം, ഇന്ന് രാജ്യസുരക്ഷയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നവർക്ക് പേടി സ്വപ്നമായിട്ടുള്ള ശ്രീ അമിത്ഷാജി ഇന്ന് ഭാരതം കണ്ടിട്ടുള്ള കരുത്തന്മാരിൽ ഏറ്റവും കരുത്തനായിട്ടുള്ള നേതാവായിട്ടുള്ള ശ്രീ അമിത്ഷാജി നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തെ നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമുക്ക് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കാം. ഭാരത് മാതാ കി, ഭാരത് മാതാ കി, ഭാരത് മാതാ കി. ജയ് ജയ് അമിത്ഷാജി. ജയ് ജയ് അമിത്ഷാജി. ജയ് ജയ് അമിത്ഷാജി. നമ്മുടെ ഔദ്യോഗികമായ പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. ആദ്യം വന്ദേ മാതരം.
मातरम् सुजलां सुफलां मलयज शीतलां सस्यश्यामलां मातरम् वन्दे मातरम् शुभ्रज्योत्स्ना पुलकितयामिनी पुल्लकुसुमित द्रुमदलशोभिनी सुहासिनी सुमधुरभाषिणी सुखदां वरदां मातरम् वन्दे मातरम् वन्दे मातरम्। बोलो भारत माता की। മിഷൻ 2026 നമുക്ക് വേണം വികസിത കേരളം, നമുക്ക് വേണം സുരക്ഷിത കേരളം, ഉറപ്പാക്കണം വിശ്വാസ സംരക്ഷണം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നിവിടെ നടക്കുന്ന ഈ യോഗത്തില് ആദ്യമായിട്ട് ശ്രീ അമിത്ഷാജിക്ക് സ്വാഗതമേകാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തെ ആദരിക്കാൻ വേണ്ടിയിട്ട് പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിന് വേണ്ടിയിട്ട് ആദരണീയനായ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ശ്രീ അമിത്ഷാജിയെ സ്വീകരിക്കുകയാണ്. ശബരിമല സംരക്ഷണം ഈ കരങ്ങളിൽ സുരക്ഷിതമെന്ന വിശ്വാസത്തോടുകൂടി അയ്യപ്പസ്വാമിയുടെ വിഗ്രഹം നൽകിക്കൊണ്ട് സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ഇപ്പോൾ ശ്രീ അമിത്ഷാജിയെ എല്ലാവർക്കും വേണ്ടി ഇവിടെ ആദരിക്കുകയാണ്. പാർട്ടിയുടെ തിരുവനന്തപുരം സിറ്റി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് അധ്യക്ഷൻ ജനറൽ സെക്രട്ടറിമാരും ഒപ്പം മേഖലാ പ്രഭാരി ശ്രീ കെ സോമൻജിയും ശ്രീ അമിത്ഷാജിയെ ഇപ്പോൾ ഇവിടെ ആദരിക്കുകയാണ്. തിരുവനന്തപുരം നോർത്ത് സംഘടനാ ജില്ലയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ രജികുമാർ അവർകൾ അമിത്ഷാജിയെ സ്വീകരിക്കുകയാണ്. അതിനുശേഷം തിരുവനന്തപുരം സൗത്ത് സംഘടനാ ജില്ലയുടെ അധ്യക്ഷൻ ശ്രീ മുക്കമ്പാലം ബിജു അദ്ദേഹവും ശ്രീ അമിത്ഷാജിയെ ആദരിക്കുകയാണ്. നമുക്കറിയാം, ഏറ്റവും മികച്ച ഒരു വിജയവുമായിട്ട് ഈ പത്മനാഭന്റെ മണ്ണിൽ താമരകൾ വിരിയിച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെ മേയറായിരിക്കുന്ന ശ്രീ വി രാജേഷും ശ്രീമതി ഡെപ്യൂട്ടി മേയറായിരിക്കുന്ന ശ്രീമതി ആശാനാഥും ഇപ്പോൾ ശ്രീ അമിത്ഷാജിയെ ഇവിടെ സ്വീകരിക്കുകയാണ്. തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ, അതുപോലെ പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ, അവർ രണ്ടുപേരും ഇവിടെ സ്റ്റേജിൽ വന്ന് ശ്രീ അമിത്ഷാജിയെ സ്വീകരിക്കുകയാണ്. മാസങ്ങൾക്ക് മുമ്പ് മിഷൻ 2025 എന്നൊരു വലിയ ലക്ഷ്യം നമുക്ക് നൽകിക്കൊണ്ട് മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് ഇപ്പോൾ മിഷൻ 2026 നമുക്ക് വേണം വികസിത കേരളം, നമുക്ക് വേണം സുരക്ഷിത കേരളം, ഉറപ്പാക്കണം വിശ്വാസ സംരക്ഷണം എന്ന ആ ഒരു മുദ്രാവാക്യം നമുക്ക് നൽകിക്കൊണ്ട് നമ്മെ നയിക്കുന്ന നമ്മുടെ ആരാധ്യനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ഇപ്പോൾ നമ്മളെ അഭിസംബോധന ചെയ്യുന്നതാവും.
നമ്മുടെ ഏറെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയും നമ്മുടെ മുതിർന്ന നേതാവായ അമിത്ഷാജിക്കും വേദിയിലും സദസ്സിലുമുള്ള എല്ലാ സഹപ്രവർത്തകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അമിത്ഷാജി 6 മാസം മുമ്പ് ജൂലൈ 12 2025 വന്ന് നമ്മളെല്ലാവരും ഒപ്പം അദ്ദേഹം മിഷൻ 2025 ഉദ്ഘാടനം പുത്രിക്കണ്ടം മൈതാനിൽ അദ്ദേഹം ചെയ്തു. അദ്ദേഹം അന്ന് ഞങ്ങൾക്കൊരു ടാർഗറ്റ് തന്നു, നിർദ്ദേശങ്ങൾ തന്നു. 23,000 വാർഡിൽ മത്സരിക്കണം, വോട്ട് ഷെയർ വർദ്ധിക്കണം, ഭരണം പിടിക്കണം. മത്സരിക്കാൻ മാത്രം മത്സരിക്കരുത്, ഭരണം പിടിക്കണം. എന്നിട്ട് അദ്ദേഹം അന്ന് പറഞ്ഞ ഒരു കാര്യം ഇന്ന് ഞാൻ അദ്ദേഹത്തിനെയും നമ്മളെല്ലാവരും ഓർമ്മിപ്പിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഡിസംബർ കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ ആദ്യത്തെ യോഗത്തിൽ നല്ല നമ്പറിൽ എലക്റ്റഡ് മെമ്പർമാരും ചെയർപേഴ്സൺമാരും വൈസ് ചെയർപേഴ്സൺമാരും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും മേയറും ഡെപ്റ്റി മേയർ എനിക്ക് കാണാൻ സാധിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. മിഷൻ 2025 ഭാഗമായിട്ട് ഇന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു കൊടുത്തു എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മുടെ ഈ പാർട്ടി കഴിഞ്ഞ 6 മാസം ചെയ്തു. 21,000 വാർഡിൽ മത്സരിച്ചു, വോട്ട് ഷെയർ വർദ്ധിച്ചു. തലസ്ഥാനമായ തിരുവനന്തപുരം കോർപ്പറേഷൻ ജനങ്ങൾ ഞങ്ങൾക്ക് പിന്തുണ തന്ന് ഇന്ന് BJP NDA ഭരിക്കുന്നു. അന്ന് അദ്ദേഹം തന്ന പ്രോത്സാഹനം, നിർദ്ദേശനം എല്ലാം ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നന്നായി അധ്വാനിച്ചിട്ട് ആ ഫലം നേടി. അപ്പോൾ ഞാൻ ഇന്ന് പാർട്ടിന്റെ പേരിലും വേദിയിലിരിക്കുന്ന എല്ലാ മുതിർന്ന നേതാവിന്റെ പേരിലും ജയിച്ച എല്ലാ വാർഡ് മെമ്പേഴ്സും കാൻഡിഡേറ്റ്സിനെയും ഞാൻ അഭിനന്ദിക്കുന്നു, ആശംസിക്കുന്നു. അതിൻ്റെ ഒപ്പം നിങ്ങളെ ജയിപ്പിച്ച പ്രവർത്തകർക്കും എൻ്റെ ഏറ്റവും ഹൃദയത്തിൽ നിന്ന് നന്ദി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പിന്നെ കുറെ പേര് മത്സരിച്ചു. രാഷ്ട്രീയത്തിൽ തോൽക്കുന്നതും ജയിക്കുന്നതെല്ലാം ഒരു സാധാരണ കാര്യമാണ്. തോറ്റു. പക്ഷേ ആത്മാർത്ഥമായി അധ്വാനിച്ച് ക്യാമ്പയിൻ ചെയ്ത എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഞാൻ എൻ്റെ നന്ദി പറയുന്നു. ഈ ഇലക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യം മുതൽ പാർട്ടി പറഞ്ഞത് ഈ ഇലക്ഷൻ, ലോക്കൽ ബോഡി ഇലക്ഷൻ ഒരു നിർണായകമായ ഇലക്ഷൻ ആവും, ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇലക്ഷൻ ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത് അന്ന് പറഞ്ഞതാണ്. അങ്ങനെയാണ് ഞങ്ങൾ എല്ലാവരും അധ്വാനിച്ചത്, ഒറ്റക്കെട്ടായിട്ട് അധ്വാനിച്ചു. ഞാൻ കുറെ സ്റ്റേറ്റിൽ ഇലക്ഷൻ നടത്തിയ ആളാണ്, പ്രഭാരിയായിട്ടുണ്ട്, സഹപ്രഭാരിയായിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് ഏറ്റവും അഭിമാനത്തോട് പറയുന്നു, കേരള BJPന്റെ പ്രവർത്തകർ പോലെ ഈ നാട്ടിൽ വേറെ ആരും ഏത് സ്റ്റേറ്റിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഈ ഒരു എഫർട്ട്, ഈ ഒരു കമ്മിറ്റ്മെന്റ് എനിക്ക് അത് കാണുമ്പോൾ, അത് മനസ്സിലാക്കുമ്പോൾ വലിയ ബഹുമാനമുണ്ട്, അഭിമാനമുണ്ട്. ഈ ഇലക്ഷന്റെ റിസൾട്ട് നമ്മളെല്ലാം കണ്ടു, മനസ്സിലാക്കി. ഈ ഇലക്ഷന്റെ റിസൾട്ടിന്റെ ഒരു 4-5 കാര്യങ്ങൾ എന്താണ് പരിശോധിച്ചാൽ ഈ ഇലക്ഷന്റെ മെസ്സേജ് എന്താണ്, സന്ദേശം എന്താണ്, ജനങ്ങൾ തന്ന ഒരു മെസ്സേജ് എന്താണ്? മാറ്റം അവര് ആവശ്യമാണെന്ന് ജനങ്ങൾ കൃത്യമായ ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ ഭരിക്കുന്ന LDF നന്നായി പരാജയപ്പെടുത്തിയത് ജനങ്ങളാണ്. ആ മാറാത്തത് ഇനി മാറുമെന്ന BJP NDAന്റെ മുദ്രാവാക്യം ജനങ്ങളുടെ ആവശ്യമായി അവര് വോട്ട് ചെയ്തു. മാറ്റം ഇവിടെ വന്നിട്ടുണ്ട്. ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ ഒരു മാറ്റത്തിന്റെ ഇലക്ഷൻ ആയിരുന്നു. രണ്ടാമത്തെ കാര്യം, ഈ പാർട്ടിനെ കുറിച്ച് എന്തെല്ലാം മീഡിയയും മാധ്യമ സുഹൃത്തുക്കളും പറഞ്ഞ ഗ്രൂപ്പുണ്ട്, ഇതുണ്ട്, മറ്റേതുണ്ട് എന്നെല്ലാം പറഞ്ഞ ഒരു പ്രചരണം നടത്തിയ
സാഹചര്യത്തിൽ ഈ എലക്ഷൻ ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും ഒരു ഗ്രൂപ്പ്, നരേന്ദ്രമോദിജിന്റെ ഗ്രൂപ്പ്, അമിത്ഷാജിന്റെ ഗ്രൂപ്പ്, BJP എന്ന ഒരു ഗ്രൂപ്പ് ആയിട്ട് പ്രവർത്തിച്ചു. മൂന്നാമത്തെ കാര്യം, BJP NDA ജയിക്കില്ല എന്നൊരു പ്രചരണമായിരുന്നു ഈ ഇലക്ഷന് മുമ്പ്. കാണിച്ചു കൊടുത്തു, ജനങ്ങൾ കാണിച്ചു കൊടുത്തു. BJP ജയിക്കും, NDA ജയിക്കും, NDA ഭരിക്കും, BJP ഭരിക്കും. ഇത് മൂന്നാമത്തെ മെസ്സേജ്. ഈ ജയം LDFും UDFും അവരുടെ അന്തർധാരണയും അവരുടെ പൊളിറ്റിക്കൽ തന്ത്രം എല്ലാം തോൽപ്പിച്ചിട്ടാണ് നമ്മൾ ഈ ജയം. ഞാൻ ഉദാഹരണമായിട്ട് പറയാണ്, തിരുവനന്തപുരത്ത് LDFും കോൺഗ്രസും ഒറ്റക്കെട്ടായിട്ട് ഞങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിച്ചു. എന്നിട്ടും ജനങ്ങൾ പറഞ്ഞു ഇല്ല, NDAക്ക് ഒരു അവസരം കൊടുക്കണം, BJPക്ക് ഒരു അവസരം കൊടുക്കണം. BJP ജയിച്ചു. അതുപോലെ തന്നെ എത്രയോ മുനിസിപ്പാലിറ്റിയും ഗ്രാമപഞ്ചായത്തിൽ എലക്ഷന്റെ സമയത്തും എലക്ഷൻ കഴിഞ്ഞിട്ടും ഈ കോൺഗ്രസും CPMന്റെ അന്തർധാരണ ഞങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു. ചില സ്ഥലത്ത് അവര് സക്സീഡ് ചെയ്തു, കുറെ സ്ഥലത്ത് അവർ തോറ്റു. കൊടുങ്ങല്ലൂർ പോലെ ഒരു മുനിസിപ്പാലിറ്റി 40% വോട്ട് ജനങ്ങൾ ഞങ്ങൾക്ക് തന്നു, NDAക്ക് തന്നു. എന്നിട്ടും കോൺഗ്രസ് അവരുടെ വോട്ട് LDFന് ട്രാൻസ്ഫർ ചെയ്ത് ഞങ്ങൾ തോൽപ്പിച്ചു. അപ്പോ ഈ LDFും കോൺഗ്രസിന്റെ അന്തർധാരണ അവരുടെ ഒരു പൊളിറ്റിക്കൽ ഇരട്ടകളാണ്. അവർ പൊളിറ്റിക്കൽ ഒരു അലയൻസിലാണ്, ഒരു കുരുവ സംഘിന്റെ 2 പാർട്ടികളാണ് എന്ന് വ്യക്തമായി ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നാലാമത്തെ പോയിന്റ്, ഈ ഇലക്ഷൻ ഒരു ആന്റി ഇൻകംബൻസി ഇലക്ഷൻ ആയിരുന്നു. ഇനി വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിൽ CPMന് ഒരു പങ്കുമില്ല, ഒരു റോളും ഇല്ല, ഒരു വോട്ടും കിട്ടില്ല, ഒരു മാൻഡേറ്റ് കിട്ടില്ല എന്ന് കൃത്യമായി ജനങ്ങൾ ഒരു സന്ദേശം തന്നിട്ടുണ്ട്. ഇത് CPM തോറ്റ ഇലക്ഷനാണ്. ഇനി വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷൻ ജനങ്ങളുടെ മുമ്പിൽ 2 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, NDAയും മറുവശത്ത് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ജമാഅത്തെ ഇസ്ലാമിന്റെയും UDF. അപ്പോൾ ഈ വരുന്ന 90 ദിവസം ഇനി നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പോകുന്നു? ഇപ്പോ വരുമ്പോ ബഹുമാനപ്പെട്ട അമിത്ഷാജി എന്നോട് പറഞ്ഞു, ഈ വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷൻ ഒരു നിർണായകമായ അസംബ്ലി ഇലക്ഷൻ ആയിരിക്കും. നന്നായി അധ്വാനിക്കണം പാർട്ടി. പാർട്ടിക്കും മുന്നണിക്കും നല്ലൊരു അവസരമാണ് ഈ അസംബ്ലി ഇലക്ഷൻ. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് ഉറപ്പ് കൊടുത്തു, നിങ്ങളുടെ പേരിൽ ഉറപ്പ് കൊടുത്തു, ഞങ്ങൾ 100% അല്ല 1000% അധ്വാനിക്കും സർ. ഹം ആപ്കെ ലിയേ ഇസ് ഇലക്ഷൻ മേ റിസൾട്ട് ലാക്കർ ഹി ദിഖായെംഗെ. ഈ ഇലക്ഷൻ, വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷൻ നാടിന്റെ ഭാവി, നാട്ടിന്റെ കുട്ടികളുടെ ഭാവി, നമ്മുടെ നാടിന്റെ ഇക്കോണമിന്റെ ഭാവി, നമ്മുടെ സൊസൈറ്റിന്റെ ഭാവി തീരുമാനിക്കേണ്ട ഒരു ഇലക്ഷനാണ്. ഇങ്ങനെയാണ് BJP NDA കാണുന്നത്. ഇതൊരു മറ്റൊരു ഇലക്ഷൻ ഒന്നുമല്ല, ഞങ്ങളുടെ ഭാവി, നാടിന്റെ ഭാവി തീരുമാനിക്കേണ്ട ഇലക്ഷനാണ്. BJP NDA മുമ്പോട്ട് വെക്കുന്നത് 3 കാര്യങ്ങളാണ് കൃത്യമായി മുമ്പോട്ട് വെക്കുന്നത്. ഈ ഇലക്ഷൻ മത്സരിക്കുമ്പോൾ, ഇലക്ഷന്റെ ഡിസ്കോഴ്സും ചർച്ച ചെയ്യുമ്പോൾ 3 കാര്യങ്ങളാണ് BJP NDA മുമ്പോട്ട് വെക്കാൻ പോകുന്നത്, ജനങ്ങളുടെ മുമ്പിൽ വെക്കാൻ പോകുന്നത്. ഒന്ന്, വികസിത കേരളം, വികസനം, തൊഴിൽ, വിലക്കയറ്റമില്ലായ്മ, നിക്ഷേപം, ആരോഗ്യ മേഖലയിൽ ആധുനികരണം, വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികൾക്ക് നല്ല സ്കൂളും കോളേജും, വികസനം. ഇതുവരെ ഇന്ത്യ, നരേന്ദ്രമോദിജി ഭരിക്കുന്ന ഇന്ത്യ മുമ്പോട്ട് പോകുമ്പോൾ കേരളം പിന്നോട്ട് പോകുന്നു. വികസിത ഭാരതം അവിടെ സൃഷ്ടിക്കുമ്പോൾ ഇവിടെ കടം വാങ്ങുന്ന സ്ഥിതിയാണ്. തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതൽ രാജ്യത്തിൽ, വിലക്കയറ്റം ഏറ്റവും കൂടുതൽ രാജ്യത്തിൽ, നിക്ഷേപം ഏറ്റവും കമ്മി രാജ്യത്തിൽ. ഇതെല്ലാം മാറ്റാൻ BJP NDAന്റെ കാഴ്ചപ്പാടാണ് വികസിത കേരളം. എല്ലാവരുടെ ഒപ്പം, എല്ലാവർക്കും വേണ്ടി ഒരു വികസിത കേരളം. രണ്ടാമത്തെ പോയിന്റ്, ഞങ്ങളുടെ ഈ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് സുരക്ഷിത കേരളം. ഇന്ന് കോൺഗ്രസിന്റെ പിന്തുണയും കോൺഗ്രസിന്റെ രാഷ്ട്രീയം
കൺട്രോൾ ചെയ്യുന്നതും അവർ ജയിക്കുന്നതും ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ് പോലെ സ്ഥാപനങ്ങളുടെ സഹായത്തോടാണ്. ഇത് നമുക്ക് ഗുണം ചെയ്യോ? നാടിന്റെ ഭാവിക്ക് ഇത് നല്ലതാണോ? ഇത് ചർച്ച നടത്തണം. വസ്തുതര ഇങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുമ്പോൾ വർഗീയവാദി എന്ന് പറഞ്ഞു നടക്കാൻ മുസ്ലിം ലീഗ് ഉണ്ടാവും, കോൺഗ്രസ് ഉണ്ടാവും, ജമാഅത്തും ഉണ്ടാവും. പക്ഷേ ഇത് ചർച്ച ചെയ്യണം. സുരക്ഷിത കേരളം നമ്മളുടെ അവകാശമാണോ? ഈ സുരക്ഷിത കേരളം സൃഷ്ടിക്കാൻ ആർക്കാണ് കഴിവ്, ആർക്കാണ് താല്പര്യം, ആരാണ് ചെയ്യാൻ പോകുന്നത്? അത് BJP NDA ആണ്. മൂന്നാമത്തെ പോയിന്റ്, വിശ്വാസ സംരക്ഷണം. നമുക്കെല്ലാവർക്കും അറിയാം ഇവിടെ എന്താ നടക്കുന്നത്. ശബരിമല കൊള്ളയെ കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ശബരിമല കൊള്ളയും ദേവസ്വം ബോർഡുമാരിലുള്ള ദല്ലാൽമാര് ആരുടെ ഒപ്പാണ് ഫോട്ടോ എടുക്കുന്നത്, ആരെയാ സഹായിക്കുന്നത്, ആരുടെ പിന്തുണയോണ്ടാണ് ഈ ദല്ലാൽഗിരി ചെയ്യുന്നത്? സോണിയാഗാന്ധിന്റെ ഫോട്ടോഗ്രാഫും പിണറായി വിജയനെ കാണുന്നത് ആരാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തിനാണ് സോണിയാഗാന്ധിനെ കാണുന്നത്? അപ്പോ കോൺഗ്രസും ലെഫ്റ്റും CPM-ഉം വിശ്വാസ സംരക്ഷണയിൽ അവർക്ക് താല്പര്യമില്ല, ഒരു കഴിവുമില്ല, അവർക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല. അവരുടെ അഴിമതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു ലക്ഷ്യം. അപ്പോൾ ഈ മൂന്ന് കാര്യം, വികസിത കേരളം നമുക്ക് വേണം, നമ്മൾ സൃഷ്ടിക്കണം. സുരക്ഷിത കേരളം നമ്മൾ ഉണ്ടാക്കണം, അത് സൃഷ്ടിക്കണം. അത് നമ്മളുടെ ഒരു നിർബന്ധമാണ്, ജനങ്ങളുടെ ആവശ്യമാണ്. പിന്നെ വിശ്വാസ സംരക്ഷണം ഇത് നമ്മൾ ചെയ്തു കൊടുക്കണം. അപ്പൊ ഈ മൂന്ന് പ്രധാനപ്പെട്ട ഇഷ്യൂസാണ് ഞങ്ങൾ ഈ ക്യാമ്പയിൻ ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നതും ജനങ്ങളുടെ മുമ്പിൽ വെക്കാൻ പോകുന്നതും. കോൺഗ്രസ് ഇന്ന് ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞിട്ട് അവരൊരു വിചാരം, ഞങ്ങൾ ജയിച്ചു, അസംബ്ലി ഇലക്ഷൻ LDF തോറ്റു, അതുകൊണ്ട് ഞങ്ങളാണ് ജയിക്കാൻ പോകുന്നത്, ഞങ്ങളാണ് ഭരിക്കാൻ പോകുന്നത്. പക്ഷേ കോൺഗ്രസിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ നമ്മൾ പറയാനുണ്ട്. കോൺഗ്രസ് 10 കൊല്ലം ജനങ്ങളെ അവസരം കൊടുത്ത് UP ആയിട്ട് ഭരിച്ചപ്പോൾ ഭീകരമായ അഴിമതിയല്ലാണ്ട് എന്ത് തന്നു? കേരളത്തിൽ നിന്ന് 8 മന്ത്രിമാരായിരുന്നു UPA സർക്കാരിൽ. 10 കൊല്ലം കുത്തിയിരുന്നിട്ട് എന്തെങ്കിലും ചെയ്തോ നാടിനു വേണ്ടി? ഒന്നും ചെയ്തില്ല, അഴിമതി മാത്രം. അപ്പൊ കോൺഗ്രസിന്റെ ട്രാക്ക് റെക്കോർഡ്, അവർക്ക് ജനങ്ങൾ എത്രയോ തവണ അവസരം കൊടുത്തു ഭരിക്കാൻ, നാടിനു വേണ്ടി പ്രവർത്തിക്കാൻ അവസരം കൊടുത്തു. പക്ഷേ അവരെന്ത് ചെയ്തു? ഇതിനെക്കുറിച്ചെല്ലാം ഞങ്ങൾ വരാൻ പോകുന്ന ദിവസത്തിൽ ചർച്ച ചെയ്യും. കോൺഗ്രസും മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ഒരൊറ്റ വാക്ക് വികസനത്തിനെ കുറിച്ച് പറയില്ല. നിലമ്പൂർ ബൈ ഇലക്ഷൻ ഒരു ഉദാഹരണമായിട്ട് നിങ്ങൾ എല്ലാവരും പഠിക്കണം. BJP NDA വികസനം, റെയിൽവേ ലൈൻ, ക്യാൻസർ ഹോസ്പിറ്റൽ, ഹൈവേ ബൈപ്പാസ് എല്ലാം പറയുമ്പോൾ അവിടുത്തെ ചർച്ച എന്തായിരുന്നു? ജമാഅത്തെ ഇസ്ലാമിന്റെ പിന്തുണ, ഇന്ന SDPIന്റെ പിന്തുണ, ഇതാണ് അവരുടെ രാഷ്ട്രീയം. അപ്പൊ ഈ ഇലക്ഷനിൽ വികസനം, സുരക്ഷിത കേരളം, വിശ്വാസ സംരക്ഷണം, ഇതിനെക്കുറിച്ച് ജനങ്ങൾ ചർച്ച ചെയ്യും. അത് ചർച്ച ചെയ്യാൻ BJP NDA വീട് കയറി ഇതിനെക്കുറിച്ച് സംസാരിക്കും, മുമ്പോട്ട് വയ്ക്കും എന്ന് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അവസാനം ഒരിക്കൽ കൂടി എല്ലാ ഇലക്ടഡ് മെമ്പേഴ്സിനും ഞാൻ എൻ്റെ അഭിനന്ദനങ്ങൾ പറയുന്നു. പക്ഷേ വരാൻ പോകുന്ന ദിവസങ്ങൾ കഠിന അധ്വാനം, ഞങ്ങൾ കൊടുത്ത വാഗ്ദാനങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുക. അതിനുവേണ്ടി ഞാൻ എല്ലാവിധ ആശംസകൾ ഇന്നിനെ നിങ്ങൾക്ക് പറയുന്നു. ഞാൻ പറഞ്ഞ പോലെ ഈ വരുന്ന ഇലക്ഷൻ നമ്മുടെ ലക്ഷ്യമാണ് വികസിത കേരളം, നമ്മുടെ ലക്ഷ്യമാണ് സുരക്ഷിത കേരളം, നമ്മുടെ ലക്ഷ്യമാണ് വിശ്വാസ സംരക്ഷണം. എൻ്റെ ഒപ്പം ഒന്ന് ഒരുമിച്ച് പറയൂ, പുറത്ത് കേൾക്കട്ടെ, എല്ലാവരും കേൾക്കട്ടെ, മലയാളികൾ എല്ലാവരും കേൾക്കട്ടെ. നമ്മുടെ ലക്ഷ്യം വികസിത കേരളം. ഉറക്കെ പറയൂ, നമ്മുടെ ലക്ഷ്യം വികസിത കേരളം, നമ്മുടെ ലക്ഷ്യം സുരക്ഷിത കേരളം, നമ്മുടെ ലക്ഷ്യം വിശ്വാസ സംരക്ഷണം. എല്ലാവർക്കും നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്. നന്ദി ശ്രീ രാജുജി. ഇനി ഇവിടെ ഒരു വീഡിയോ പ്രദർശനമാണ്. നമ്മുടെ ആരാധ്യനായ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതുപോലെ മാറാത്തതിനി മാറുമെന്ന മുദ്രാവാക്യം ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ഭാവി തീരുമാനിക്കുന്ന ഒരു മാറ്റത്തെ പ്രതിപാദിക്കുന്ന ഒരു വീഡിയോയാണ് ഇനി ഇവിടെ അവതരിപ്പിക്കുന്നത്.
നിരന്തരം കർമ്മമുജ്വലം നിതാന്തമാം പരിശ്രമം വിജയത്തിൻ വഴി. ഇനിയുള്ള നാളുകൾ BJP NDAയുടേതാണ്, വികസനത്തിന്റേതാണ്. തൊഴിലില്ലാതെ നമ്മുടെ യുവാക്കൾ നാടുവിടുന്ന ഗതികേട് മാറും, നിക്ഷേപങ്ങൾ ഒഴുകിയെത്തും. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വിപ്ലവം സൃഷ്ടിച്ച് വിവേചനങ്ങളില്ലാതെ ഓരോരുത്തരിലും വികസനമെത്തിക്കുന്ന വികസിത കേരളം നാം സൃഷ്ടിക്കും. അതാണ് BJP NDA മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം. നിത്യവും ശ്രമം ഇല്ല വിശ്രമം. വികസനത്തിനോടൊപ്പം തന്നെ പ്രധാനമാണ് നമ്മുടെ വിശ്വാസ സംരക്ഷണവും. കോടിക്കണക്കിന് ഭക്തരുടെ വികാരമായ ശബരിമലയിലെ സ്വർണം വരെ CPM കോൺഗ്രസ് കുറുവ സംഘം കൊള്ളയടിച്ചു, ആചാരങ്ങളെ ലംഘിച്ചു, വിശ്വാസികളെ തല്ലിച്ചതച്ചു. അപ്പോഴെല്ലാം തെരുവുകളിൽ പ്രതിഷേധത്തിന്റെ അഗ്നി പടർത്തിയത് BJP NDAയാണ്. വിശ്വാസ സംരക്ഷണത്തിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നയിക്കാൻ BJP NDA മാത്രമേ ഉള്ളൂ. ഓർക്കുക, ഇവിടെ ഭരണം ഇടതിനായാലും വലതിനായാലും അതിന്റെ കടിഞ്ഞാൺ എപ്പോഴും മുസ്ലിം ലീഗ്, ജമാഅത്തെ ഇസ്ലാമി, SDPI തുടങ്ങിയ മതമൗലിക സംഘടനകൾക്കാണ്. അവർ ആഗ്രഹിക്കുന്നത് എന്തും നടപ്പിലാക്കാൻ കൂട്ടുനിൽക്കുന്ന ഈ ജിഹാദി അപകട രാഷ്ട്രീയത്തെ വേരോട് പിഴുതെറിയണം. അതിന് വിശ്വാസം സംരക്ഷിക്കുന്ന, വികസനം കൊണ്ടുവരുന്ന ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ കേരളത്തിലും വേണം. അതാണ് മിഷൻ 2026. മാറാത്തത് ഇനി മാറും. നമുക്ക് വേണം വികസിത കേരളം. അതെ, മാറാത്തതിനി മാറും. അങ്ങനെയൊരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വികസിത ഭാരതത്തിനൊപ്പം വികസിത കേരളം എന്ന നമ്മുടെ ലക്ഷ്യത്തിന് എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് ഇന്ന് നമ്മോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ അമിത് ഷാജി ഇപ്പോൾ നമ്മെ അഭിസംബോധന ചെയ്യും. ശ്രീ അമിത് ഷാജി, आपसे निवेदन है कि कृपया हमारा मार्गदर्शन करें. ട്രാൻസ്ലേഷന് വേണ്ടിയിട്ട് ശ്രീ സന്ദീപ് വാചസ്പതി. मेरे साथ बोलिए, भारत माता की जय। अरे भाई, इतनी बड़ी प्रचंड विजय हुई है, ऐसी आवाज नहीं चलेगी. ഇത്രയും വലിയ വിജയത്തിന് ഈ ശബ്ദം പോരാ, ഇതിലും ഉറക്കെ. मेरे साथ दोनों हाथ उठाइए जरा, ऊपर नीचे सभी जगह पे. എല്ലാവരും മുകളിലും താഴെയും ഇരിക്കുന്ന എല്ലാവരും രണ്ട് കൈകളും ഉയർത്തുക. विकसित केरलम के संकल्प की मुट्ठी बींचिए വികസിത കേരളം എന്ന സങ്കല്പം മനസ്സിലേക്ക് ആവാഹിച്ചുകൊണ്ട് और प्रचंड आवाज से बोलिए, ഉജ്ജ്വലമായ भारत माता की ജയ്. वंदे മാതരം वंदे. മാതരം. आज के इस समारोह में मेरे साथ मंच पर उपस्थित केरल भारतीय जनता पार्टी के अध्यक्ष श्रीमान राजीव चंद्रशेखर जी, मोदी जी की मंत्रिपरिषद में मेरे साथी श्री जॉर्ज कुरियन जी, मेरे मित्र और भाजपा के वरिष्ठ नेता केरल के प्रभारी श्रीमान प्रकाश जावड़ेकर जी, श्री C सदानंद मास्टर जी, मेंबर राज्यसभा, श्री P.K. कृष्णदास जी, श्री V मुरलीधरन जी, कुंभणम राजशेखरन जी, K सुरेंद्रन जी, C.K. पद्मनाभ जी, श्री A.P. अब्दुल्ला कुट्टी जी, श्री M.T. रमेश जी, बहन शोभा सुरेंद्रन जी, M. सुरेश जी, अनूप एंटोनी जोसेफ जी, और आज जिन्होंने देश भर के कार्यकर्ताओं को बहुत खुश किया है, ऐसे विजय के शिल्पी हमारे सभी केरल के कार्यकर्ताओं को मेरा प्रणाम. വേദിയിലിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ജി, नाम स्किप कर जाइए. नाम വേദിയിലിരിക്കുന്ന എല്ലാ നേതാക്കന്മാർക്കും കേരളത്തിലെ ഉജ്ജ്വലമായ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉജ്ജ്വല വിജയം സമ്മാനിച്ച കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും സാദര നമസ്കാരം. सबसे पहले केरल की इस महान भूमि को, दिव्य भूमि को प्रणाम कर कर मेरी बात की शुरुआत करता हूं. കേരളത്തിലെ ഈ പവിത്രമായ ഭൂമിയെ വന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണം ആരംഭിക്കുകയാണ്. मैं यहां आया हूं तब
श्री नारायण गुरु, महात्मा अय्यन काली, पंडित करूपन जगत गुरु और आदि शंकराचार्य को प्रणाम कर कर मेरी बात की शुरुआत करता हूं। കേരളത്തിലെ നാരായണ ഗുരുദേവൻ, മഹാത്മാ അയ്യൻകാളി, പണ്ഡിറ്റ് കറുപ്പൻ, ജഗദ്ഗുരു, ആദി ശങ്കരാചാര്യർ തുടങ്ങിയ മഹത്തുക്കൾക്ക് പ്രണാമം അർപ്പിക്കുകയാണ്. वैसे तो मैं आज आया हूं स्वामी पद्मनाभ का आभार जताने के लिए। ഞാൻ വന്നപ്പോൾ ശ്രീ പത്മനാഭ സ്വാമിയെ വണങ്ങിയിട്ടാണ്, ഇവിടേക്ക് നന്ദി പറഞ്ഞിട്ടാണ് ഇവിടേക്ക് എത്തിയത്. क्योंकि मैं तय कर कर गया था कि त्रिवेंद्रम म्युनिसिपल कॉरपोरेशन में अगर बीजेपी का मेयर आता है तो मैं आकर स्वामी पद्मनाभन को धन्यवाद करूंगा। ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മേയർ ഉണ്ടാകുകയാണെങ്കിൽ പത്മനാഭനെ എത്തി വണങ്ങുമെന്ന് പറഞ്ഞിരുന്നു. അത് ഇന്ന് ഞാൻ നടത്തിയിട്ടുണ്ട്. मगर आज आप सबका प्रदेश भर के हमारे विजेता कार्यकर्ताओं का यहां सम्मेलन रख दिया गया है, तो आप लोगों के भी दर्शन हो गए। ഇന്ന് ഈ മഹത്തായ വിജയത്തിന് കാരണക്കാരായ ഈ നാട്ടിലെ എല്ലാ സഹപ്രവർത്തകരെയും കൂടി കാണാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. मैं आज आप सभी को देश के प्रधानमंत्री जी, भाजपा के राष्ट्रीय अध्यक्ष और देश भर के करोड़ों भारतीय जनता पार्टी के कार्यकर्ताओं की ओर से बहुत बहुत अभिनंदन देना चाहता हूं। ഞാൻ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഭാരതത്തിന്റെ ആരാധ്യനായ പ്രധാനമന്ത്രിയുടെയും പാർട്ടിയുടെ ദേശീയ അധ്യക്ഷന്റെയും രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരുടെയും പേരിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സാദര നമസ്കാരം അർപ്പിക്കുന്നു. क्योंकि मैं तो जानता था, आप सब भी जानते थे कि हमारा रास्ता सरल नहीं है। നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ പാത ഒരിക്കലും എളുപ്പമായിരുന്നില്ല എന്ന്. केरल में कमल खिलाना ये सरल नहीं है। കേരളത്തിൽ താമര വിരിയുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. न हमारे पास सत्ता थी न ताकत थी, നമ്മുടെ കയ്യിൽ അധികാരത്തിന്റെ ശക്തി ഉണ്ടായിരുന്നില്ല. हमारे पास था तो आइडियोलॉजी को समर्पित कार्यकर्ताओं की पूंजी हमारे पास थी। നമ്മുടെ കയ്യിൽ ആകെയുള്ളത് ആദർശത്തിൽ അധിഷ്ഠിതമായ ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ സമർപ്പണം മാത്രമാണ്. हमारा विश्वास तोड़ने का, हमारा आत्मविश्वास तोड़ने के ढेर सारे प्रयास किए गए। നമ്മുടെ വിശ്വാസത്തെ തകർക്കാൻ, ആത്മവിശ്വാസത്തെ തകർക്കാൻ നിരവധി പരിശ്രമങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. परंतु इसके सामने केरल का मेरा कार्यकर्ता चट्टान की तरह खड़ा रहा और विजय प्राप्त कर रहा। പക്ഷേ കേരളത്തിലെ എന്റെ സഹപ്രവർത്തകർ ഇതിനെയെല്ലാം പാറ പോലെ ഉറച്ചു നിന്ന് നേരിട്ട് വലിയൊരു വിജയം നേടിയിട്ടുണ്ട്. इसलिए इस हॉल में बैठे हुए सभी लोगों से मेरी विनती है कि केरल भर के बूथ तक फैले हुए सभी कार्यकर्ताओं के लिए एक बार जोर से ताली बजाकर उनका स्वागत करिए। അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും ഞാൻ നന്ദി പ്രകടിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി കേരളത്തിൽ നമുക്ക് ഈ വലിയ വിജയം സമ്മാനിച്ച എല്ലാവർക്കും വേണ്ടി ഉച്ചത്തിലൊരു കയ്യടി കൊടുത്ത് നമുക്ക് തുടങ്ങാം. मित्रों, ये विजय हमारा लक्ष्य नहीं है। സുഹൃത്തുക്കളെ, നമ്മുടെ ലക്ഷ്യം ഈ വിജയം മാത്രമല്ല, लक्ष्य तक पहुंचने का एक पड़ाव है। നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇനിയും പടവുകൾ കയറേണ്ടതുണ്ട്. हमारा अंतिम लक्ष्य है कमल निशान की केरल में सरकार बनाना, भाजपा का मुख्यमंत्री लाना। നമ്മുടെ ലക്ഷ്യം താമര അടയാളത്തിൽ വിജയിച്ച് കേരളത്തിന്റെ ഭരണം നേടി കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖ്യമന്ത്രി ഉണ്ടാവുക എന്നതാണ്. हमारा लक्ष्य है केरल को पूर्ण विकसित बनाना। നമ്മുടെ ലക്ഷ്യം കേരളത്തെ സമ്പൂർണ്ണമായി വികസിപ്പിക്കുക എന്നതാണ്. केरल को देश विरोधी ताकतों से सुरक्षित करना ദേശദ്രോഹികളിൽ നിന്നും കേരളത്തെ സംരക്ഷിക്കുക എന്നതാണ്. और केरल के अंदर जो सदियों से आस्था की ताकत है वो आस्था की ताकत की भी रक्षा करना। കേരളത്തിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന വിശ്വാസത്തെ സംരക്ഷിച്ച് എല്ലാവർക്കും വിശ്വാസം ഉറപ്പുവരുത്തുക എന്നതാണ്. और ये तीनों काम हम सब जानते हैं, अब केरल की जनता भी मानती है कि तीनों काम यूडीएफ और एलडीएफ नहीं कर सकते हैं।
केवल नरेंद्र मोदी जी के नेतृत्व में एनडीए ही ये काम कर सकता है। നാം ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും നടപ്പാക്കാൻ LDF-നോ UDF-നോ സാധിക്കില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഭാരതീയ ജനതാ പാർട്ടിക്ക്, നരേന്ദ്രമോദിജി നേതൃത്വം കൊടുക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ ഈ മൂന്ന് കാര്യങ്ങളും നമുക്ക് നേടിത്തരാൻ സാധിക്കുകയുള്ളൂ. नरेंद्र मोदी जी ने देश के सामने 2047 तक 2047 तक इस देश को विकसित भारत बनाने का स्वप्न रखा है। 2047 ആകുമ്പോഴേക്കും ഈ നാടിനെ ഒരു വികസിത ഭാരതമാക്കി മാറ്റുക എന്ന ലക്ഷ്യമാണ് നരേന്ദ്രമോദിജി നമ്മുടെ മുൻപാകെ വെച്ചിട്ടുള്ളത്. मैं आज केरल की जनता को कहने आया हूं, विकसित भारत का रास्ता विकसित केरलम होकर ही जाता है। ഞാൻ കേരളത്തിലെ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, വികസിത ഭാരതം എന്ന ലക്ഷ്യം വികസിത കേരളത്തിൽ കൂടി മാത്രമേ സാധ്യമാവുകയുള്ളൂ. एलडीएफ और यूडीएफ के मैच फिक्सिंग ने अपार संभावनाओं वाले इस राज्य को स्थगित कर रख लिया है। अजीब प्रकार की स्टैग्नेंसी का अनुभव हमारा केरल कर रहा है। LDF-ഉം UDF-ന്റെയും തമ്മിലുള്ള പരസ്പരമായ സഹകരണം, മാച്ച് ഫിക്സിംഗ് മൂലം കേരളത്തിന്റെ വികസനം അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് സ്തംഭിച്ചു നിൽക്കുകയാണ്. हमारे दोनों विरोधी ग्रुप, दोनों विरोधी गठबंधन एक गठबंधन जरूर आपस में करे हैं। हम आए तो हम भ्रष्टाचार करें, आप आओ तब आप करो, एक दूसरे को हम कभी नहीं पकड़ेंगे। നമ്മുടെ രണ്ട് എതിരാളികളാണ് LDF-ഉം UDF-ഉം. അവർ രണ്ടുപേരും അഴിമതി അവസാനിപ്പിക്കുമെന്ന് പറയും, പക്ഷേ ഭരണത്തിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ നടത്തിയ അഴിമതിയെ ഞങ്ങൾ തൊടില്ല എന്നാണ് അവർ ഇത്രകാലവും ഇവിടെ നടപ്പാക്കിയത്. मगर मैं आज इस कार्यकर्ता सम्मेलन के माध्यम से केरल की जनता को अपील करने आया हूं, केरल के भविष्य का रास्ता, चाहे विकास का हो, चाहे सुरक्षा का हो, चाहे आस्थाओं के संरक्षण का हो, वो रास्ता यूडीएफ एलडीएफ से नहीं जा सकता। ഈ സമ്മേളനത്തിലൂടെ കേരളത്തോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, കേരളത്തിന്റെ ഭാവി അത് വികസനമായിക്കൊള്ളട്ടെ, സുരക്ഷിതത്വമായിക്കോട്ടെ, വിശ്വാസ സംരക്ഷണമാകട്ടെ, അത് മൂന്നും നൽകാൻ LDF-നും UDF-നും സാധിക്കില്ല എന്ന് ഈ സമ്മേളനത്തിലൂടെ ഞാൻ കേരളത്തിലെ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. यूडीएफ और एलडीएफ न हमारी आस्थाओं को सुरक्षित रख सकते हैं, न केरल को सुरक्षित रख सकते हैं, न केरल को विकसित बना सकते हैं। UDF-നോ LDF-നോ നമ്മുടെ വിശ്വാസം സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല, കേരളത്തെ സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല, കേരളത്തിന്റെ വികസനം ഉറപ്പാക്കാൻ സാധിക്കുന്നില്ല. और मैं आज केरल की जनता को बताने आया हूं कि पूरी दुनिया में कम्युनिस्ट पार्टियां खत्म हो गई। ഞാൻ കേരളത്തിലെ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ലോകം മുഴുവൻ കമ്മ്യൂണിസ്റ്റ് ഭരണം ഇന്ന് അവസാനിച്ചിരിക്കുന്നു. और पूरे देश में कांग्रेस खत्म हो रही। രാജ്യം മുഴുവൻ കോൺഗ്രസും അവസാനിച്ചിരിക്കുന്നു. अब केरल के विकास का रास्ता नरेंद्र मोदी जी के नेतृत्व में एनडीए में ही है। ഇനി കേരളത്തിന്റെ വികസനത്തിലേക്കുള്ള പാത നരേന്ദ്രമോദി തെളിയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണത്തിൽ കൂടി മാത്രമേ സാധിക്കുകയുള്ളൂ. जरूरत है स्पष्ट विजन के साथ केरल की जनता के पास विनम्रता के साथ जाने की। ഉറപ്പാണ്, കേരളത്തിലെ ജനങ്ങളെ നമ്മൾ വിനയത്തോടു കൂടി സമീപിക്കണം. हमें केरल की जनता जन समर्थन दे रही है, हमारा समर्थन बढ़ भी रहा है। നമുക്ക് കേരളത്തിലെ ജനങ്ങൾ നമുക്ക് നൽകുന്ന പിന്തുണയോടുകൂടി നമ്മുടെ കർത്തവ്യവും ഉത്തരവാദിത്വവും കൂടുകയാണ്. 2014 में हमें 11% वोट मिला, 11% वोट मिला। 2014 നമുക്ക് 11% വോട്ട് കിട്ടി. 19 में हमें 16% वोट मिला 2019 16% അത് ഉയർന്നു. और 24 में हमें 20% वोट मिला। 2024 അത് 20% अब 20 से 30 और 30 से 40 का रास्ता इतना लंबा नहीं होगा। 2026 में ही हम इसको सिद्ध करेंगे। 20 നിന്ന് 30ലേക്കും 30 നിന്ന് 40ലേക്കുമുള്ള നമ്മുടെ വോട്ടിംഗ് ശതമാനത്തിന്റെ വർധനവ് അതിവിദൂരമല്ല, അത് 2026 തന്നെ സംഭവിക്കും. और ये हमने देश भर में कर बताया है, ये हमने देश भर में सिद्ध कर अचीव कर बताया है।
നമ്മൾ രാജ്യത്തെ മുഴുവൻ സീറ്റ് നേടിക്കൊണ്ട് ഭരണം നേടിക്കൊണ്ട് നാം പറഞ്ഞു. 1984 में भाजपा की सिर्फ लोकसभा में 2 सीट थी 1984 നമുക്ക് ലോകസഭയിൽ 2 സീറ്റായിരുന്നു ഉണ്ടായിരുന്നത്. और आज 24 में तीसरी बार नरेंद्र मोदी प्रधानमंत्री बने हैं, तीसरी बार बने. 2024 മൂന്നാമതും നരേന്ദ്രമോദി സർക്കാർ ഇന്ന് അധികാരത്തിലെത്തിയിരിക്കുകയാണ്. आसाम में हमारी 2 असेंबली सीटें थी. അസാമിൽ നമുക്ക് 2 അസംബ്ലി സീറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. आज आसाम में हम 2 बार सरकार बनाकर तीसरी बार सरकार बनाने जा रहे हैं. ഇന്ന് അതേ ആസാമിൽ നാം തുടർച്ചയായി 2 തവണ അധികാരത്തിലെത്തിയിട്ട് മൂന്നാം തവണ അധികാരത്തിലേക്ക് എത്താൻ പോവുകയാണ്. मणिपुर में हमारी एक भी सीट नहीं थी. മണിപ്പൂരിൽ നമുക്ക് ഒരു സീറ്റ് പോലും ഉണ്ടായിരുന്നില്ല. हमने 2 बार सरकार बनाई. 2 തവണ നാം അവിടെ സർക്കാർ ഉണ്ടാക്കി. त्रिपुरा में हमारी एक भी सीट नहीं थी. त्रिपुरा हमने 2 बार त्रिपुरा में सरकार बनाई है. ത്രിപുരയിലും നമുക്ക് ഒരു MLA പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ തുടർച്ചയായി 2 തവണ ഭാരതീയ ജനതാ പാർട്ടി അവിടെ അധികാരത്തിലെത്തി. और उत्तर प्रदेश में हमारे पास 400 में से सिर्फ 25 सीटें थी. वहां पर हमने 2 बार सरकार बनाने का काम किया है. ഉത്തർപ്രദേശിലും നമുക്ക് 400 out of 425 seats. 400 സീറ്റ് ഉണ്ടായിരുന്നതിൽ 25 എണ്ണം മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ വീണ്ടും നാം തുടർച്ചയായി 3 തവണ അധികാരത്തിലെത്തിയിരിക്കുന്നു. और मित्रों, अब बारी केरल की है. इस बार केरल में निश्चित रूप से भारतीय जनता पार्टी का मुख्यमंत्री बना. സുഹൃത്തുക്കളെ, അതുകൊണ്ട് ഇനി കേരളത്തിന്റെ അവസരമാണ്. ഈ 2024 ഇത്തവണ തീർച്ചയായും നാം കേരളത്തിലും അധികാരത്തിലെത്തും. केरल में ये बदलाव सिर्फ शहर तक सीमित नहीं है. കേരളത്തിലെ ഈ മാറ്റം अर्बन एरिया तक सीमित नहीं. കേരളത്തിലെ ഈ മാറ്റം നഗരപ്രദേശങ്ങളിൽ മാത്രമുള്ള ഒരു മാറ്റമല്ല. हमने 30 ग्राम पंचायतें जीती है. നാം 30 ഗ്രാമപഞ്ചായത്തുകൾ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. 2 म्युनिसिपालिटी जीती है. 2 മുനിസിപ്പാലിറ്റികളിൽ അധികാരത്തിലെത്തി. और तिरुवनंतपुरम में हमारा मेयर आज त्रिवेंद्रम की सेवा कर रहा है. തിരുവനന്തപുരം കോർപ്പറേഷനിലും നാം നമ്മുടെ മേയറിലൂടെ അധികാരത്തിലെത്തിയിരിക്കുന്നു. 79 इकाइयों में हम सेकंड प्लेस पर रहे हैं. 79 വാർഡുകളിൽ നാം 2ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. और 79 പഞ്ചായത്തുകളിൽ നാം 2ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. और आज त्रिवेंद्रम में हम भाजपा का मेयर देख रहे हैं. कल केरल में भाजपा का मुख्यमंत्री देखने का समय है. ഇന്ന് തിരുവനന്തപുരത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ മേയറിനെ നാം കാണുന്നു. നാളെ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണ് നാം കാണാൻ പോകുന്നത്. ये जो यात्रा है विजय की, ഇത് വിജയത്തിന്റെ യാത്രയാണ്. वो हमारे सैकड़ों कार्यकर्ता जिन्होंने अपना सर्वस्व बलिदान किया, इनके बलिदान के बल पर ये भारतीय जनता पार्टी का विजय संभव हुआ है. ഇത് നമ്മുടെ നൂറുകണക്കിന് പ്രവർത്തകരുടെ ജീവത്യാഗത്തിന്റെ ഫലമായി കൂടി ഉണ്ടായ വിജയമാണ്. हमारे हजारों कार्यकर्ता ने अन्यायी शासन के जुर्म से महीनों सालों जेल में गुजारे हैं. इनके और इनके परिवारों के बलिदान पर ये विजय आज हमें प्राप्त हो रही है. നമ്മുടെ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ഈ ദുർഭരണത്തിന്റെ കീഴിൽ മാസങ്ങളും വർഷങ്ങളും അനധികൃതമായി തടവിൽ കഴിഞ്ഞിരിക്കുന്നത്. അവരുടെ കുടുംബങ്ങൾ അനുഭവിച്ച ത്യാഗത്തിന്റെയും കൂടി ഫലമാണ് നാം ഇന്ന് നേടിയിട്ടുള്ള ഈ വിജയം. आज मैं बड़ी विनम्रता के साथ भारतीय जनता पार्टी की ओर से हमारे विजय को वो बलिदानी कार्यकर्ता और सैकड़ों वो कार्यकर्ता जिन्होंने जेल काटी है, उनके परिवारजनों को समर्पित करना चाहता हूं. ഈ വിജയം കേരളത്തിലെ നൂറുകണക്കിന് ബലിദാനികളുടെയും ജയിലിൽ കഴിയുന്ന നൂറുകണക്കിന് പ്രവർത്തകരുടെയും അവരുടെ കുടുംബത്തിനും ഞാൻ വിനയത്തോടുകൂടി സമർപ്പിക്കുകയാണ്. मित्रों, केरल के विकास इस तरह से एक मार्गी नहीं हो सकता. കേരളത്തിന്റെ വികസനം ഇങ്ങനെ സംഭവിക്കില്ല. ഇങ്ങനെ പോയാൽ പോരാ. केरल का विकास संतुलित होना चाहिए, बैलेंस होना चाहिए. കേരളത്തിന്റെ വികസനം എന്നുള്ളത് സന്തുലിതമായ വികസനമാകേണ്ടതുണ്ട്. एलडीएफ यूडीएफ की सरकार केरल के हमारे भाई बहन जो विदेश में काम करते हैं, उनके भेजे गए पैसों से संतुष्टि प्राप्त करते हैं.
ഈ LDF-ന്റെയും UDF-ന്റെയും ഭരണത്തിന് കീഴിൽ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് വിദേശത്ത് പോയിട്ടുള്ള ചെറുപ്പക്കാർ അയക്കുന്ന പണം കൊണ്ടാണ് കേരളത്തിന്റെ പല കുടുംബങ്ങളും ഇന്ന് സന്തോഷത്തോടു കൂടി കഴിയുന്നത്. हमारे भाई जो विदेश में काम कर रहे हैं और यहां पैसा भेज रहे, इसका मैं स्वागत करता हूं, उनके परिश्रम का भी स्वागत करता हूं. കേരളത്തിലെ സഹോദരങ്ങൾ വിദേശത്ത് പോയി കഷ്ടപ്പെട്ട് കേരളത്തിലേക്ക് പണം അയക്കുന്നുണ്ട്. അതിനെ നാം സ്വാഗതം ചെയ്യുന്നു, അവരുടെ കഷ്ടപ്പാടിനെ അംഗീകരിക്കുന്നു. परंतु मैं LDF UDF को पूछना चाहता हूं, എങ്കിലും ഞാൻ LDF-നോടും UDF-നോടും ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, जिनके परिवार में से कोई विदेश से पैसा भेजने वाला नहीं है, इसकी चिंता करने की केरल की सरकार की जिम्मेदारी है या नहीं है? ഈ ഏതെങ്കിലും കുടുംബങ്ങളിലേക്ക് വിദേശത്തിന്റെ പണം വന്നിട്ടില്ല എങ്കിൽ അത് वो लाखों करोड़ों लोग गरीब हैं, उनकी जीवन में सुधार लाने की जिम्मेदारी किसकी है? അവരുടെ ജീവിതത്തിലെ നന്മ കൊണ്ടുവരാൻ, അവരുടെ ജീവിതത്തിൽ പ്രകാശം കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ആർക്കാണുള്ളത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. आज मैं केरल की जनता को कहने आया हूं, जहां जहां भारतीय जनता पार्टी का शासन आया, NDA का शासन आया, जहां चाहे बिहार हो, यूपी हो, मध्य प्रदेश हो, छत्तीसगढ़ हो या राजस्थान, ये बीमारू राज्यों को भारतीय जनता पार्टी और NDA ने विकसित राज्य बनाया है. ഞാൻ കേരളത്തിലെ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നേരത്തെ ബീമാരു സ്റ്റേറ്റുകൾ എന്നറിയപ്പെട്ടിരുന്ന ബീഹാർ ആയാലും ഉത്തർപ്രദേശ് ആയാലും മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലൊക്കെ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തിയപ്പോഴാണ് അവിടെയെല്ലാം വികസനം ഉണ്ടായത്. हमारे नेता और देश के प्रधानमंत्री नरेंद्र मोदी जी ने एक बैलेंस डेवलपमेंट मॉडल दुनिया के सामने रखा है. നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രി മോദിജി ലോകത്തിന് മുൻപിൽ ഒരു സന്തുലിതമായ വികസന മാതൃകയാണ് അവതരിപ്പിച്ചത്. जिस मॉडल के अंदर भारत के अर्थतंत्र को प्रगति से आगे ले जाना तो शामिल है ही, ആ മാതൃക ഭാരതത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പൂർവാധികം ശക്തിയോടെ മുൻപോട്ടേക്ക് കൊണ്ടുപോയി. उस मॉडल के अंदर देश के इंफ्रास्ट्रक्चर को वर्ल्ड क्लास बनाना शामिल है ही. ആ മാതൃക കൊണ്ട് രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യ മേഖല ലോക നിലവാരത്തിലേക്ക് ഉയർത്തപ്പെട്ടു. उस मॉडल में देश को मैन्युफैक्चरिंग का हब बनाना शामिल है ही. ആ മാതൃക മൂലം നമ്മുടെ രാജ്യം ഇന്ന് ലോകത്തിന്റെ നിർമ്മാണത്തിന്റെ കേന്ദ്രമായി മാറിയിരിക്കുന്നു. स्टार्टअप, पेटेंट रजिस्ट्रेशन और इनोवेशन तीनों के लिए बहुत बड़ा प्लेटफॉर्म हमारे मॉडल ने देश के युवाओं को उपलब्ध कराया है. സ്റ്റാർട്ടപ്പിന്റെ മേഖലയിലും പേറ്റന്റുകൾ കരസ്ഥമാക്കുന്ന മേഖലയിലായാലും പുതിയ കണ്ടുപിടുത്തങ്ങളുടെ കാര്യത്തിലായാലും ഈ മാതൃക കൊണ്ട് നമ്മുടെ രാജ്യത്തെ യുവാക്കൾക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടി, കൂടുതൽ വികസനത്തിലേക്ക് എത്തി. परंतु साथ में देश के 60 करोड़ गरीबों में से 27 करोड़ गरीबों को गरीबी रेखा के बाहर भी हमने निकाला है. അതോടൊപ്പം തന്നെ ഈ രാജ്യത്തെ 37 കോടി ജനങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് നമ്മുടെ സർക്കാർ മോചിപ്പിച്ച് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലേക്ക് എത്തിച്ചു. देश के 60 करोड़ गरीबों को घर में बिजली, गैस का सिलेंडर, पानी का कनेक्शन, प्रति व्यक्ति प्रति माह 5 किलो अनाज और 5 लाख तक का मुफ्त इलाज देकर नरेंद्र मोदी जी ने 60 करोड़ गरीबों के जीवन में उजाला लाने का काम किया है. ഈ രാജ്യത്തെ 80 കോടി സാധാരണ മനുഷ്യർക്ക് സൗജന്യമായി വീടുകൾ എത്തിച്ച്, വൈദ്യുതി കൊടുത്ത്, ഗ്യാസ് കണക്ഷൻ കൊടുത്ത്, കുടിവെള്ളം എത്തിച്ച്, 5 കിലോ വീതം സൗജന്യമായി റേഷൻ നൽകി, 5 ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തി ഈ രാജ്യത്തെ 80 കോടിയോളം ജനങ്ങളുടെ ജീവിതത്തെ നരേന്ദ്രമോദി സർക്കാർ പ്രകാശപൂർണമാക്കി. केरल को भी चाहिए कि रेमिटेंस आधारित एक मार्गी विकास की कल्पना छोड़कर केरल के हर नागरिक के विकास का प्लानिंग करने की. കേരളത്തിലും നമുക്ക് ഈ വിദേശത്ത് നിന്ന് വരുന്ന ഫണ്ടിന്റെ അല്ലെങ്കിൽ ബാങ്കിംഗ് മൂലമുണ്ടായ വികസനത്തിന് അപ്പുറത്തേക്ക് സമഗ്രമായ ഒരു വികസനം നമുക്ക് ആവശ്യമായിട്ടുണ്ട്. മണി ഓർഡർ ഇക്കോണമിയിൽ നിന്നും കേരളം മുന്നേറേണ്ടതുണ്ട്. और वो ही कल्पना है विकसित केरलम की, जिसमें हर केरल के नागरिक का विकास समाहित है. ഭാരതീയ ജനതാ പാർട്ടി മുൻപോട്ടേക്ക് വെക്കുന്ന വികസിത കേരളം എന്ന സങ്കല്പത്തിൽ ഈ സംസ്ഥാനത്തെ ഓരോ ജനങ്ങളുടെയും വികസനമാണ് ഉറപ്പുവരുത്തുന്നത്. मित्रों, मुझे बताइए, LDF और UDF, PFI
जमाते इस्लामी और अब बढ़ती हुई एसडीपीआई से केरल को सुरक्षित रख सकते हैं क्या? പ്രിയപ്പെട്ടവരെ പറയൂ, LDF-നോ UDF-നോ അവരുടെ മിത്രങ്ങളായ പോപ്പുലർ ഫ്രണ്ടിനോ ജമാഅത്തെ ഇസ്ലാമിക്കോ ഇപ്പോൾ നിരോധിക്കപ്പെട്ട SDPIക്കോ കേരളത്തെ സുരക്ഷിതമാക്കാൻ സാധ്യമാണോ? वो नहीं रख सकते, അവർക്ക് അങ്ങനെ സാധിക്കില്ല. क्योंकि PFI, एसडीपीआई और जमाते इस्लामी उनकी वोट बैंक है, वो उस पर कभी आघात नहीं करेंगे. കാരണം പോപ്പുലർ ഫ്രണ്ടിന്റെയും SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ട് ബാങ്കിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ട് മുന്നണികളും പ്രവർത്തിക്കുന്നത്. वो केरल को PFI, जमाते इस्लामी और एसडीपीआई के विभाजनकारी एजेंडे से अगर कोई बचा सकता है तो केवल और केवल एनडीए बचा सकता है, बीजेपी बचा सकता है. പോപ്പുലർ ഫ്രണ്ടിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPയുടെയും ഒക്കെ വിഭജന രാഷ്ട്രീയത്തിൽ നിന്ന് ആർക്കെങ്കിലും ഈ നാടിനെ രക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമാണ്. हम ट्रिपल तलाक समाप्त करते हैं, നാം മുത്തലാഖ് അവസാനിപ്പിച്ചു. तो एलडीएफ यूडीएफ दोनों विरोध करते हैं. അതിനെ LDF-ഉം UDF-ഉം ഒരുപോലെ എതിർത്തു. मैं आज शार्प क्वेश्चन पूछना चाहता हूं सीएम केरल से, मुस्लिम महिलाओं को सम्मान पूर्वक जीने का अधिकार है या नहीं है? ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തെ ചോദ്യം, മുസ്ലിം വനിതകൾക്ക് സമാധാനപൂർണമായ ഒരു ജീവിതം നയിക്കാൻ അധികാരമില്ലേ? हम वकफ में से करप्शन दूर करने के लिए कानून लेकर आते हैं, इसका ये दोनों विरोध करते हैं. വഖഫ് ബോർഡുകളിലുള്ള അഴിമതി അവസാനിപ്പിക്കാൻ നാം നിയമം കൊണ്ടുവന്നു. ഇവർ രണ്ടുപേരും ഇതിനെ എതിർക്കുകയാണ്. आज मैं शार्प क्वेश्चन पूछना चाहता हूं पिनराई विजयन जी से कि एर्नाकुलम में 600 ईसाई और हिंदू परिवार की 400 एकड़ भूमि वक्फ बोर्ड के नाम से हड़प कर ली गई, उसको बचाने के लिए आपका क्या विचार है? ഞാൻ പിണറായി വിജയനോട് 7 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. എറണാകുളത്ത് 600ഓളം ക്രിസ്ത്യൻ കുടുംബങ്ങളെ ഹിന്ദു കുടുംബങ്ങളിൽ നിന്നും 400 ഏക്കറോളം ഭൂമി തട്ടിയെടുത്തതിൽ എന്താണ് അവർക്കത് തിരിച്ചു കൊടുക്കാൻ നിങ്ങൾ സ്വീകരിച്ച നടപടി? ये दोनों दल यूडीएफ और एलडीएफ वो ये सब चीजों से केरल को सुरक्षित नहीं कर सकते. ഈ രണ്ട് മുന്നണികളും LDF-ഉം UDF-ഉം ഇത്തരം നടപടികളിൽ നിന്നും കേരളത്തെ രക്ഷിക്കാൻ ഒരു കാര്യവും ചെയ്യുന്നില്ല. क्योंकि इन्होंने एपिसमेंट को एज अ पॉलिसी एक्सेप्ट किया है. കാരണം ഇവർ പ്രീണന രാഷ്ട്രീയത്തിലാണ് വിശ്വസിക്കുന്നത്. അതാണ് അവർ സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയം. क्योंकि जब आप एपिसमेंट को एज अ पॉलिसी एक्सेप्ट करते हो, आप किसी के साथ न्याय नहीं करते हो. കാരണം നിങ്ങൾ പ്രീണനം ഒരു നയമാക്കിയാൽ നിങ്ങൾക്ക് ഒരു ആർക്കും നീതി നൽകാൻ സാധ്യമാകില്ല. एक का एपिसमेंट करते ही दूसरे के साथ अन्याय होता है. ഒരാളോട് ചെയ്യുന്ന പ്രീണനം മറ്റൊരാൾക്ക് അന്യായമായി ഭവിക്കും. इसीलिए भारतीय जनता पार्टी का पॉलिसी है जस्टिस टू ऑल, एपिसमेंट टू नन. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ആരോടുമില്ല പ്രീണനം, എല്ലാവർക്കും തുല്യനീതി എന്ന നയം സ്വീകരിച്ചത്. मित्रों, सुरक्षित केरलम का विचार ये भारतीय जनता पार्टी का पूरे केरल की जनता को सुरक्षित रखने के लिए, ഭാരതീയ ജനതാ പാർട്ടിയുടെ സുരക്ഷിത കേരളം എന്ന നയം കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ്. मुझे बताइए, जो लोग, जो शासन सबरीमाला के खजाने की रक्षा न कर पाए, वो हमारी आस्था को बचा सकता है क्या? എന്നോട് പറയൂ, ഏതൊരാളുടെ ഭരണത്തിന് കീഴിലാണോ ശബരിമലയുടെ സ്വത്തുക്കൾ സുരക്ഷിതമല്ലാതിരിക്കുന്നത് അവർക്ക് നമ്മുടെ വിശ്വാസം സംരക്ഷിക്കാൻ സാധിക്കുമോ? जरा जोर से बोलिए भाई, बचा सकते हैं क्या हमारी आस्था को? ഉറക്കെ പറയൂ, നമ്മുടെ വിശ്വാസം സംരക്ഷിക്കാൻ അവർക്ക് കഴിയുമോ? सब लोग जोर से बोलिए, हमारी आस्था को बचा सकते हैं क्या? എല്ലാവരും പറയൂ, ഉറക്കെ പറയൂ. केरल की मूल आस्था का संरक्षण अगर कोई कर सकता है तो केवल और केवल भारतीय जनता पार्टी कर सकती है. കേരളത്തിൽ ആർക്കെങ്കിലും വിശ്വാസം സംരക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. मैं आज मुख्यमंत्री केरल को कहने आया हूं, सबरीमाला के अंदर आपने देवस्थान का जो खजाना चोरी हुआ है, वो सिर्फ केरल के लोगों की आस्था का सवाल नहीं है. पूरे देश के लोग बड़ी शंका के साथ आपको देख रहे हैं.
എനിക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, ഇന്ന് നിങ്ങൾ ശബരിമലയിൽ നിന്ന് കൊള്ളയടിച്ച സ്വർണമുണ്ടല്ലോ, ശബരിമല ദേവസ്ഥാനത്ത് നടത്തിയ കൊള്ളയുണ്ടല്ലോ, അത് കേരളത്തിലെ മലയാളികളുടെ വിശ്വാസ കാര്യം മാത്രമല്ല, മുഴുവൻ രാഷ്ട്രത്തിലും അതിൽ ആശങ്കയുണ്ട്. മുഴുവൻ രാഷ്ട്രത്തിന്റെയും വിശ്വാസത്തെയാണ് നിങ്ങൾ ഹനിച്ചത്. मैंने एफआईआर को देखा है, जिस प्रकार से एफआईआर ड्राफ्ट की गई है उसी में ही दोषियों को बचाने का वायरस डाला हुआ है. ഞാൻ ആ FIR കണ്ടതാണ്. ഇവിടെ കേരളത്തിൽ എടുത്തിട്ടിരിക്കുന്ന ആ FIR-നകത്തു തന്നെ പ്രതികളെ സംരക്ഷിക്കാനുള്ള എല്ലാ വ്യവസ്ഥയുമുണ്ട്. और आपके दो मंत्री ही जनमानस में, जनता की नजर में शंका के घेरे में है. നിങ്ങളുടെ രണ്ട് മന്ത്രിമാർ അവർ ജനമനസ്സുകളിൽ നിന്ന് കുറ്റവാളികളാണ്. आप कैसे न्याय कर सकते हो? അവരെ നിങ്ങൾക്ക് എങ്ങനെയാണ് ന്യായീകരിക്കാൻ സാധിക്കുന്നത്? आप कैसे न्यूट्रल जांच कर सकते हो? അവരോട് നിങ്ങൾക്ക് न्यूट्रल जांच അവരോ എങ്ങനെയാണ് നിഷ്പക്ഷമായ ഒരു അന്വേഷണം നിങ്ങൾക്ക് നടത്താൻ സാധിക്കുക? मित्रों, यूडीएफ भी नहीं कर सकता, UDF-നും ഇത് സാധ്യമാകില്ല. क्योंकि उनके भी नेतृत्व के साथ साठ गांठ के पूरा प्रूफ जनता में वायरल हुए हैं. കാരണം അവരുടെ നേതാക്കന്മാരും പ്രതികളോടൊപ്പം നിൽക്കുന്നതിന്റെ തെളിവുകൾ ഇന്ന് ജനങ്ങളുടെ ഇടയിലുണ്ട്. आज मैं भारतीय जनता पार्टी की ओर से, ये पूरे सम्मेलन की ओर से, चुने हुए प्रतिनिधियों की ओर से केरल के मुख्यमंत्री के सामने मांग करना चाहता हूं कि ये जांच को एक न्यूट्रल एजेंसी को आप स्वयं ही सौंप दें. ഈ സമ്മേളനത്തിൽ എത്തിയിരിക്കുന്ന പ്രതിനിധികളുടെ പേരിൽ, കേരളത്തിന്റെ പേരിൽ ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നു, ശബരിമലയുടെ അന്വേഷണം ഒരു നിഷ്പക്ഷ ഏജൻസിയെ ഏൽപ്പിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? मित्रों, जब तक न्यूट्रल एजेंसी जांच नहीं सौंपी जाएगी, भारतीय जनता पार्टी केरल के हर गांव में इसके लिए आंदोलन करेगी, जन जागृति का काम करेगी. നിഷ്പക്ഷമായ ഒരു അന്വേഷണം നിങ്ങൾ നടത്തിയില്ല എങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലെ വീടാന്തരങ്ങളിൽ, ഗ്രാമാന്തരങ്ങളിൽ ഇതിനെതിരെയുള്ള വലിയ പ്രക്ഷോഭം അഴിച്ചുവിടും. ये डेमोक्रेसी है विजयन साहब, यहां पर मनमानी नहीं चलती है. हम जनता को जागरूक कर आपके खिलाफ खड़ा कर देंगे. आपको न्यूट्रल जांच देनी ही पड़ेगी. പിണറായി വിജയൻ ഒരു കാര്യം മനസ്സിലാക്കണം, ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രക്ഷോഭത്തെ തുടർന്ന് നിങ്ങൾക്ക് നിഷ്പക്ഷമായ അന്വേഷണത്തിന് വഴങ്ങേണ്ടി വരും, അന്വേഷണത്തിന് ഉത്തരവിടേണ്ടി വരും. मित्रों, ये हमारे विश्वास का, हमारी आस्था का संरक्षण नहीं कर सकते हैं. സുഹൃത്തുക്കളെ, ഇവർക്ക് നമ്മളുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല. और जब आप पूरे केरल को विकसित नहीं बना सकते हो, पूरे केरल को सुरक्षित नहीं बना सकते हो और पूरे केरल की आस्था का संरक्षण भी नहीं कर सकते हो, तो आपको फिर से चुनकर लाने के कोई कारण उपलब्ध नहीं है. पिनराई विजयन साहब, आपका जाने का समय आ गया है. പിണറായി വിജയനോട് ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് മുഴുവൻ കേരളത്തെയും വികസിപ്പിക്കാൻ, മുഴുവൻ കേരളത്തെയും സുരക്ഷിതമാക്കാൻ, കേരളത്തിന്റെ വിശ്വാസം സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഇറങ്ങിപ്പോകാനുള്ള അവസരമായിരിക്കുന്നു. നിങ്ങൾക്ക് തിരികെ വരാനുള്ള ഒരു അവസരവും ഇനി കിട്ടില്ല. और मित्रों, मैं आज आप सबके माध्यम से केरल की जनता को स्पष्टता से बताने आया हूं, यूडीएफ और एलडीएफ ये जो कर रहे हैं वो नूरा कुश्ती है, नाटक. എല്ലാവരോടും നിങ്ങളുടെ ഈ സമ്മേളനത്തിന്റെ പേരിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇന്ന് LDF-ഉം UDF-ഉം തമ്മിൽ നടത്തുന്നത് തട്ടിപ്പാണ്, നാടകമാണ്. कांग्रेस को जब भी बहुमत में कमी थी, पिछले 5 दशक से कम्युनिस्टों ने कांग्रेस का समर्थन किया है. കോൺഗ്രസിന് എപ്പോഴൊക്കെ ഭൂരിപക്ഷത്തിന് കുറവുണ്ടായിട്ടുണ്ടോ, കഴിഞ്ഞ 50 വർഷമായി അവരെ പിന്തുണയ്ക്കുന്നത് ഇടതുപക്ഷമാണ്. मित्रों, जब त्रिपुरा में उनको जरूरत थी, तब भी कांग्रेस ने कम्युनिस्टों का समर्थन किया. ത്രിപുരയിൽ CPM-ന് ഭൂരിപക്ഷം കുറഞ്ഞപ്പോൾ കോൺഗ്രസ് അവരെ പിന്തുണച്ച് അധികാരത്തിലെത്തിച്ചു. और ये तो केरल और बंगाल का चुनाव साथ में है. കേരളത്തിലെയും ബംഗാളിലെയും തെരഞ്ഞെടുപ്പ് അടുത്തടുത്താണ്, ഒരുമിച്ചാണ് നടക്കാൻ പോകുന്നത്. वरना इस बार बंगाल में भी वो इलू इलू करने वाले थे. ബംഗാളിലും അവര് ഇന്ന് പ്രേമത്തിലാണ്, അവര് തമ്മിൽ ഇഷ്ടത്തിലാണ്. मगर मैं आज कह कर जाता हूं, बंगाल में कम्युनिस्ट भी 0 है,
कांग्रेस भी जीरो है, भारतीय जनता पार्टी वहां सरकार बनाने जा रही है। പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, ബംഗാളിലും കോൺഗ്രസ് പൂജ്യമാണ്, CPM-ഉം പൂജ്യമാണ്, അവിടെ ഭാരതീയ ജനതാ പാർട്ടിയാണ് സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നത്. मित्रों, ये 2024, 2025 ये दोनों भारतीय जनता पार्टी के लिए बहुत सफल वर्ष रहे हैं। ഈ 2024-ഉം 2025-ഉം എന്നുള്ളത് BJP-യെ സംബന്ധിച്ചിടത്തോളം വൻ വിജയത്തിന്റെ വർഷങ്ങളാണ്. 2024 में मध्य प्रदेश, राजस्थान, छत्तीसगढ़ में हमने फिर से विजय प्राप्त करी। 2024-ൽ രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും നാം വീണ്ടും അധികാരത്തിലെത്തി. 2024 में नरेंद्र मोदी जी तीसरी बार देश के प्रधानमंत्री बने। 24-ലാണ് മോദിജി മൂന്നാമതും ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായത്. 2024 में ओडिशा में पहली बार भारतीय जनता पार्टी की पूर्ण बहुमत की सरकार बनी। 2024-ൽ ഒഡീഷയിൽ ആദ്യമായി സമ്പൂർണ്ണ വിജയത്തോടുകൂടി BJP അധികാരത്തിലെത്തി. 2025 में हमने हरियाणा जीता, महाराष्ट्र जीता और 27 साल के बाद दिल्ली में भारतीय जनता पार्टी की सरकार बनी। 2025-ൽ നാം ഹരിയാന വിജയിച്ചു, മഹാരാഷ്ട്ര വിജയിച്ചു, 27 വർഷങ്ങൾക്ക് ശേഷം ദില്ലിയിൽ ഭരണത്തിൽ തിരിച്ചെത്തി. और 2025 में भी लगातार 5वीं बार एनडीए की सरकार बिहार में बनी। 2025-ൽ തുടർച്ചയായി 5ാമതും ബീഹാറിൽ NDA-യുടെ ഭരണം തിരിച്ചു വന്നു. ये 24 और 25 की हमारी जो विजय यात्रा है, इसको जारी रखने की जिम्मेदारी बंगाल और केरल की है। ഈ 25-ലെ വിജയയാത്ര 26-ലും തുടരാനുള്ള ഉത്തരവാദിത്വം, അതിനുള്ള അവസരം ബംഗാളിലും കേരളത്തിലുമാണ്. देश भर के कार्यकर्ता बंगाल और केरल के कार्यकर्ताओं से आस लगाकर बैठे हैं। ദേശത്തിലെ രാജ്യത്തെ മുഴുവൻ പ്രവർത്തകരും ബംഗാളിലെയും കേരളത്തിലെയും പ്രവർത്തകർക്ക് പിന്തുണയുമായിട്ടുണ്ട്. मित्रों, मैं जानता हूं, जब मुझे समाचार मिला कि त्रिवेंद्रम में हम बहुमत प्राप्त करे हैं, देश भर के कई कार्यकर्ता हर्ष के आंसू के साथ रोते हुए मेरे पास समाचार आए हैं। പ്രിയപ്പെട്ടവരെ, തിരുവനന്തപുരത്ത് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തുന്നു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ സന്തോഷം, കണ്ണീരുകൊണ്ട് ആനന്ദാശ്രുവോടുകൂടി സന്തോഷിക്കുന്ന കാഴ്ച എനിക്ക് കാണാൻ സാധിച്ചു. शायद उन्होंने कभी केरल नहीं देखा है, അവർ ഇന്നേവരെ ഒരുപക്ഷെ കേരളത്തിൽ എത്തിയിട്ടുണ്ടാവില്ല. मगर वो जानते हैं कि हमारे सैकड़ों कार्यकर्ताओं ने अपनी जान का बलिदान केरल में पार्टी को मजबूत करने के लिए दिया है। പക്ഷേ അവർക്കറിയാം, കേരളത്തിലെ നൂറുകണക്കിന് പ്രവർത്തകരുടെ ജീവത്യാഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ പാർട്ടി കെട്ടിപ്പടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് വിജയമുണ്ടായത് എന്ന്. अब आप सोचिए, एक म्युनिसिपल कॉरपोरेशन जीतने से इतना आनंद होता है, तो मुख्यमंत्री जब भाजपा का बनेगा, हमारे कार्यकर्ताओं का मन कैसा होगा। ഒന്നാലോചിച്ച് നോക്കൂ, നമ്മളുടെ മുനിസിപ്പൽ കോർപ്പറേഷൻ വിജയിച്ചപ്പോൾ ഇത്ര വലിയ സന്തോഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഒരു BJP-യുടെ മുഖ്യമന്ത്രി ഉണ്ടായാൽ രാജ്യം മുഴുവൻ ഉണ്ടാകുന്ന അന്തരീക്ഷം എന്തായിരിക്കും? ये चुनाव तक हम में से किसी को भी आराम का अधिकार नहीं है। ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ അധികാരത്തിൽ തുടരാൻ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ നമ്മുടെ പ്രവർത്തകർക്ക് വിശ്രമിക്കാൻ അവസരമില്ല. हर गांव, हर बूथ के अंदर भारत माता की तस्वीर, हमारे नेता नरेंद्र मोदी की तस्वीर और कमल का फूल लेकर जाना है. ഓരോ ബൂത്തിലും ഓരോ ഗ്രാമാന്തരങ്ങളിലും താമരയുമായും നമ്മുടെ മോദിജിയുടെ ചിത്രവുമായി നമ്മുടെ പ്രവർത്തകർ കടന്നു ചെല്ലണം. और उनको विश्वास दिलाना है कि पूर्ण विकसित केरल भाजपा कर सकती है, एनडीए कर सकता है. അവർക്ക് നാം വിശ്വാസം ജനിപ്പിക്കണം, BJP-ക്ക് മാത്രമേ കേരളത്തിൽ സമഗ്രമായ വികസനം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്ന്. सुरक्षित केरल भाजपा और एनडीए ही कर सकते हैं. സുരക്ഷിത കേരളം NDA-ക്ക് മാത്രമേ സാധ്യമാക്കാൻ സാധിക്കുകയുള്ളൂ. और हमारे आस्था का संरक्षण भी केवल और केवल भाजपा और एनडीए कर सकते हैं. നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കാനും ഭാരതീയ ജനതാ പാർട്ടിക്കും NDA-ക്കും മാത്രമേ സാധിക്കുകയുള്ളൂ. मुझे विश्वास है, हमारे प्रदेश अध्यक्ष राजीव चंद्रशेखर के नेतृत्व में आप सभी लोग इस बार 2026 में यूडीएफ एलडीएफ की ये म्यूजिकल चेयर को समाप्त कर भारतीय जनता पार्टी की सरकार बनाएंगे. എനിക്കുറപ്പുണ്ട്, നമ്മുടെ ബഹുമാന്യനായ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജിയുടെ നേതൃത്വത്തിൽ
ഈ 2024 LDF-ന്റെയും UDF-ന്റെയും കസേരകളി അവസാനിപ്പിച്ച് ഭാരതീയ ജനതാ പാർട്ടിയെ ഭരണത്തിൽ കൊണ്ടുവരും എന്ന കാര്യം ഉറപ്പാണ്. मुझे बताइए, आप लोग विश्वास से सरकार बनाने के लिए परिश्रम करेंगे क्या? ആ സർക്കാർ ഉണ്ടാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കാൻ നിങ്ങൾ എല്ലാവരും തയ്യാറുണ്ടോ എന്ന് പറയൂ. जरा जोर से जवाब दीजिए, करेंगे क्या? केरल में सरकार बनाएंगे क्या? കേരളത്തിൽ സർക്കാർ तो ഉണ്ടാക്കില്ലേ? मेरे साथ दोनों हाथ उठाइए, എല്ലാവരും കൈകൾ ഉയർത്തി, രണ്ട് കൈകളും. विजय के संकल्प की मुट्ठी भींच कर बोलिए, भारत माता की ജയ് भारत माता की ജയ് वंदे മാതരം वंदे। മാതരം. आप सभी का बहुत बहुत धन्यवाद और फिर से अभिनंदन। आदरणीय श्री अमित शाह जी, हम बीजेपी के कार्यकर्ता आपको वादा करते हैं, आपने दिया जो लक्ष्य केरला में भी बीजेपी का सरकार बनाने का, विकसित केरल बनाने का लक्ष्य, वो साकार करने के लिए हम कड़ी परिश्रम करेंगे, दिन रात परिश्रम करेंगे। आपका मार्गदर्शन के लिए, आपका सपोर्ट के लिए हम तहे दिल से आपका आभार प्रकट करते हैं। ശ്രീ അമിത്ഷാജി ആഹ്വാനം ചെയ്തതുപോലെ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ വിശ്വാസ സംരക്ഷണത്തിനായി, ശബരിമല സംരക്ഷണത്തിനായി നമ്മൾ വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് കടക്കുകയാണ്. അതിന്റെ തുടക്കം എന്ന രീതിയിൽ വരുന്ന ജനുവരി 14-ാം തീയതി നാട്ടിലും വീട്ടിലും അയ്യപ്പ ജ്യോതി തെളിയിച്ചുകൊണ്ട് നമ്മൾ അതിന് തുടക്കം കുറിക്കുകയാണ്. നമ്മുടെ വീടുകളിൽ തെളിയിച്ചതിന് ശേഷം നമ്മൾ ബൂത്തുകളിലും അയ്യപ്പ ജ്യോതി നമ്മൾ തെളിയിക്കണം. ഇതിനുശേഷം കൃതജ്ഞതയ്ക്ക് ശേഷം, ദേശീയ ഗാനത്തിന് ശേഷം ഈ യോഗം ഇവിടെ തുടരുകയാണ്. മണ്ഡലം പ്രസിഡന്റുമാർ ഉപരിയുള്ളവർ ഇവിടെ ഉണ്ടാവണം. നന്ദി പറയാൻ വേണ്ടിയിട്ട് ശ്രീ റെജി ലൂക്കോസ് ഇപ്പോൾ സ്റ്റേജിലേക്ക് വരികയാണ്. ശ്രീ അമിത്ഷാജി, ശ്രീ അമിത്ഷാജി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്, അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ്, ആദരിക്കുകയാണ്. ഇതിനുശേഷം ഞാൻ പറഞ്ഞതുപോലെ ദേശീയ ഗാനത്തിന് ശേഷം മണ്ഡലം പ്രസിഡന്റുമാർ, ജില്ലാ കോർ കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന ഭാരവാഹികൾ ഇവിടെ തന്നെ ഇരിക്കണം. കൃതജ്ഞത പറയാൻ വേണ്ടിയിട്ട് ശ്രീ കരമന ജയൻ അവർകളെ ഞാൻ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ, ഈ യോഗത്തിന്റെ അധ്യക്ഷനും കൂടിയായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർജി, ബഹുമാനപ്പെട്ട നമ്മുടെയൊക്കെ പ്രിയങ്കരനായിട്ടുള്ള നേതാവ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാജി, വേദിയിലിരിക്കുന്ന മറ്റ് നേതാക്കന്മാരെ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാജി തിരുവനന്തപുരത്ത് എത്തിയത് കഴിഞ്ഞ ജൂലൈ മാസം പുത്തരിക്കണ്ടം മൈതാനത്ത് നടന്ന പ്രവർത്തക യോഗത്തിൽ അദ്ദേഹം നമ്മെ ഒരു ദൗത്യമേൽപ്പിച്ചു. ആ ദിവസത്തിന്റെ പ്രത്യേകത, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തില് 42 വർഷമായി മുടങ്ങിയിരുന്ന ഭദ്രദീപം എന്ന ചടങ്ങ് പുനരാരംഭിക്കുന്ന ദിവസമാണ്. സ്വാമിയുടെ മുമ്പിൽ പുത്തരിക്കണ്ടം മൈതാനത്ത് ശ്രീ അമിത്ഷാജി നമ്മുടെ ദൗത്യമേൽപ്പിക്കുകയും ആ ദൗത്യം നമ്മൾ ഏൽക്കുകയും ചെയ്തു. ശ്രീ പത്മനാഭസ്വാമിയുടെ മണ്ണ് കാവ്യവൽക്കരിച്ചുകൊണ്ട് BJPയുടെ പ്രവർത്തകനായിട്ടുള്ള ഒരു മേയർ നമുക്ക് സംഭാവന ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഞാൻ ആ ദിവസത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് നമ്മളെ ആഭ്യന്തരമന്ത്രി അമിത്ഷാജി നമുക്ക് ഏൽപ്പിച്ചുള്ള ദൗത്യം കേരള നിയമസഭയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ വലിയ മുന്നേറ്റമുണ്ടാക്കുക എന്നുള്ള ദൗത്യമാണ് കേരളത്തിലെ BJPയെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇന്നത്തെ ദിവസവും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ടുള്ള 52ാമത്തെ മുറജപമായ ഈ ദിവസം ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ അദ്ദേഹം ഏൽപ്പിച്ച ദൗത്യം ഏറ്റെടുക്കാൻ നാം തയ്യാറായിരിക്കുന്നു. തീർച്ചയായിട്ടും ആ ദൗത്യം നിർവഹിക്കാൻ നമുക്ക് കഴിയും. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള NDA അതിശക്തമായി മുന്നോട്ട് വരുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഏൽപ്പിച്ച ദൗത്യം നമുക്ക് ഇനി കഠിനമായിട്ടുള്ള പ്രയത്നം
വിശ്രമമില്ലാത്ത പ്രവർത്തനത്തിലൂടെ സാക്ഷാത്കരിക്കുവാൻ നമുക്ക് കഴിയണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും, ഇതിന് അധ്യക്ഷത വഹിക്കുന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവേട്ടനും അതോടൊപ്പം നമുക്ക് മാർഗനിർദ്ദേശം തന്ന് നമുക്കിനിയുള്ള പ്രവർത്തനത്തിന് പ്രചോദനം നൽകിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും നമ്മുടെ പ്രിയങ്കരനായ നേതാവുമായിട്ടുള്ള അമിത്ഷാജിയും, വേദിയിലിരിക്കുന്ന എല്ലാ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും എല്ലാ ജനപ്രതിനിധികൾക്കും ഞാൻ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ബോലോ ഭാരത് മാതാ കി. നമ്മുടെ പരിപാടി ഇവിടെ നമ്മളിവിടെ സമാപനമാണ്. ഇപ്പോൾ ദേശീയഗാനത്തിന് ശേഷം മാത്രമേ, നേരത്തെ പറഞ്ഞതുപോലെ മണ്ഡലം പ്രസിഡന്റുമാർ, ജില്ലാ കോർ കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന സമിതി അംഗങ്ങൾ, ഭാരവാഹികൾ ഇവിടെ തന്നെ ഇരിക്കണം. ഇത് കഴിഞ്ഞിട്ട് മാത്രമേ എല്ലാവരും മടങ്ങിപ്പോകാൻ പാടുള്ളൂ എന്ന് മാത്രമേ എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളൂ. ദേശീയഗാനം. जनगण मन अधिनायक जय हे भारत भाग्य विधाता, पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा, विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा, तव शुभ नामे जागे तव शुभ आशीष मांगे, गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता, जय हे जय हे जय हे जय 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 हे. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മണ്ഡലം പ്രസിഡന്റുമാർ, ജില്ലാ കോർ കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന സമിതി അംഗങ്ങൾ, സംസ്ഥാന ഭാരവാഹികൾ ഇവിടെ തന്നെ ഇരിക്കണം. വളരെ ഹ്രസ്വമായ ഒരു മീറ്റിംഗ് ആണ്. അതിനുശേഷം ഭക്ഷണത്തിലേക്ക് നമുക്ക് പോകാം. അല്ല, ആരും ഇപ്പോൾ തൽക്കാലം പുറത്തേക്ക് ഇറങ്ങരുത്. അമിത്ഷാജി ഇപ്പോൾ കടന്നു പോവുകയാണ്. അതിനുശേഷം നേരത്തെ ഞാൻ സൂചിപ്പിച്ച കാറ്റഗറിയിൽ പെടാത്തവർക്ക് ഭക്ഷണത്തിന് വേണ്ടി താഴേക്ക് പോകാം. ബാക്കിയുള്ളവർ ഇവിടെ തന്നെ ഇരിക്കണം. നമുക്കിനി വേണ്ടത് വികസിത കേരളമാണ്. ഒരു 2-3 തവണ അത് ആവർത്തിക്കാൻ നാം ഈ സന്ദർഭം ഉപയോഗിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വികസിത കേരളമെന്ന് ഉറക്കെ അത് ആവർത്തിക്കണം. ആ നിലയിൽ 1 തവണ 2 തവണ നമുക്കൊന്ന് വിളിച്ചു നോക്കാം. ഞാൻ വികസിത കേരളം എന്ന് പറയും, ഞാൻ നമുക്ക് വേണമെന്ന് പറയും, നിങ്ങൾ വികസിത കേരളം എന്ന് ഉറക്കെ പറയണം. 1 തവണ നോക്കാം. നമുക്ക് വേണം, നമുക്ക് വേണം, നമുക്ക് വേണം. രാജീവേട്ടൻ വരുന്ന സന്ദർഭത്തിൽ കുറച്ചും കൂടി ഉച്ചത്തിൽ പറയണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മറ്റൊന്ന്, നമുക്ക് വേണം സുരക്ഷിത കേരളം. നമുക്ക് വേണ്ടത് സുരക്ഷിത കേരളമാണ്. അത് ഞാൻ ഇവിടെ ഒന്ന് പറയും, അത് ആവർത്തിക്കാൻ വേണ്ടി നാം തയ്യാറാവണം. നമുക്ക് വേണം എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സുരക്ഷിത കേരളം എന്ന് ഉറക്കെ പറയണം. നമുക്ക് വേണം, നമുക്ക് വേണം, നമുക്ക് വേണം. പ്രിയമുള്ളവരെ, മറ്റൊരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ സമ്മേളനം നടത്തുന്നത്. സന്തോഷകരമായ മറ്റൊരു സന്ദർശനം വരാൻ പോകുന്നു. സംസ്ഥാന അധ്യക്ഷൻ അത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഇവിടെ പ്രഖ്യാപിക്കും. നമ്മൾ ഈ കോർപ്പറേഷൻ ഭരണം പിടിക്കാൻ വേണ്ടി, തൃപ്പൂണിത്തറ നഗരസഭ പിടിക്കാൻ വേണ്ടി, പാലക്കാട് നഗരസഭ പിടിക്കാൻ വേണ്ടി ജനങ്ങളോട് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിറവേറ്റിക്കൊടുത്തുകൊണ്ട് വികസനത്തിന്റെ വിഹായസിലേക്ക് ഈ കൊച്ചു കേരളത്തെ കൈപിടിച്ചു നടത്തി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ
കേരളത്തിൽ മാറ്റം കുറിക്കാൻ, അതിന് നേതൃത്വം നൽകാൻ ഇവിടെ എത്തിയിട്ടുള്ള ജനനേതാക്കന്മാർക്ക്, പാർട്ടി നേതാക്കന്മാർക്ക് കഴിയുമാറാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഞാൻ നിർത്തുകയാണ്. ഈ പത്മനാഭസ്വാമിയുടെ മണ്ണിൽ നമ്മൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോ പ്രിയമുള്ളവരെ, ഈ പത്മനാഭസ്വാമിയുടെ മണ്ണിൽ മുറജപം നടക്കുകയാണ്. മുറജപവും ലക്ഷദീപവും നടക്കുകയാണ്. 14-ാം തീയതി കേരളത്തിൽ നമ്മൾ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി, ശബരിമലയുടെ സംരക്ഷണത്തിന് വേണ്ടി നാട്ടിലും വീട്ടിലും അയ്യപ്പ ജ്യോതി തെളിക്കാൻ തീരുമാനിക്കുമ്പോ ഈ പത്മനാഭസ്വാമിയുടെ മണ്ണിൽ ലക്ഷദീപം തെളിയുകയാണ്. പ്രിയമുള്ളവരെ, ഐശ്വര്യത്തിന്റെ പ്രതീകമായിട്ടുള്ള ആ ഒരു സന്ദർഭത്തിലാണ് നാം ഇവിടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. ഐശ്വര്യ കേരളം സൃഷ്ടിക്കാൻ, വികസിത കേരളം സൃഷ്ടിക്കാൻ വരുന്ന നാളുകളിൽ നാടിനെ ചേർത്ത് പിടിച്ചുകൊണ്ട്, ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സർവശക്തൻ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഭാരത് മാതാ കീ, ഭാരത് മാതാ കീ, ഭാരത് മാതാ കീ. പാലക്കാട്, കോട്ടയം ഈസ്റ്റില് പൂഞ്ഞാർ തക്കേന്ദ്രൻ, പത്തനംതിട്ട ജില്ലയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഓമല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി ആതിര, പന്തളം തെക്കേക്കരയുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശ്രീദേവി, നാരങ്ങാനത്തിന്റെ പ്രസിഡന്റ് ശ്രീ വി ബി പ്രസാദ്, കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രസന്ന സതീഷ്, കൊല്ലം ഈസ്റ്റ് സംഘടനാ ജില്ലയിൽ നെടുവത്തൂരിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വിദ്യ, തിരുവനന്തപുരം നോർത്ത് മുതാക്കലിന്റെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷൈനി, അഴൂരിന്റെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കീർത്തി കൃഷ്ണൻ, തിരുവനന്തപുരം സൗത്ത് സംഘടനാ ജില്ലയിൽ വിളപ്പിൽ പഞ്ചായത്തിന്റെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സൗമ്യ, മാറനെല്ലൂരിന്റെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മായ പി എസ്, അതിയന്നൂരിന്റെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ടി പ്രമീള. ഇനിയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ പുറത്തുണ്ടെങ്കിൽ അകത്തേക്ക് കടന്നു വന്ന് മുൻനിരയിൽ ഇരിക്കണമെന്ന് എല്ലാവരോടും ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ പരിപാടി തുടരുകയാണ്. അടുത്തതായി നമ്മളെ അഭിസംബോധന ചെയ്യുന്നത് പാർട്ടിയുടെ സമാരാധിയായിട്ടുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി ശോഭ സുരേന്ദ്രൻ അവർകളെ ഞാൻ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രതീക്ഷയില്ലാത്ത സമയം മുതൽ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വന്ദേ മാതരം വിളിച്ച് നമ്മളോടൊപ്പം ചേർന്ന് നിന്ന ഇന്ന് കേന്ദ്രമന്ത്രിയായി ശ്രീമാൻ നരേന്ദ്രമോദിയോടൊപ്പം വിരാജിക്കുന്ന ആദരണീയനായിട്ടുള്ള ശ്രീ ജോർജ് കുര്യൻജി, നമ്മുടെ ഏറ്റവും സീനിയറായിട്ടുള്ള ഒ രാജഗോപാൽജി, നമ്മുടെ പ്രിയപ്പെട്ട പപ്പേട്ടൻ എന്ന് നമ്മളെല്ലാവരും വിളിക്കുന്ന സി കെ പത്മനാഭൻജി, കുമ്മനം രാജശേഖരൻജി, കൃഷ്ണദാസ് ഏട്ടൻ, ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാ പ്രസംഗങ്ങളിലും ഞാൻ പറയും, ഭാരതീയ ജനതാ പാർട്ടിക്ക് ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ പേര് ഭാരതീയ ജനതാ പാർട്ടി എന്നാണ്, ഭാരതീയ ഹിന്ദു പാർട്ടി എന്നല്ല. ഞങ്ങളുടെ ശ്രീമാൻ അബ്ദുള്ള കുട്ടിയെ നോക്കൂ എന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എത്രയോ വേദികളിൽ ഞാൻ പ്രസംഗിച്ച ആ ശ്രീ അബ്ദുള്ള കുട്ടിജി ഉന്നതമായിട്ടുള്ള ചുമതലകളിൽ പ്രവർത്തിക്കുകയും അതിനുശേഷം നമ്മുടെ പ്രസ്ഥാനത്തിന്റെ കൊടിക്കൂറയ്ക്ക് കീഴിൽ പ്രവർത്തിക്കാൻ സജ്ജമായിക്കൊണ്ട് നമ്മൾക്കിടയിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട നമ്മുടെ സ്നേഹനിധിയായിട്ടുള്ള ശ്രീലേഖ ചേച്ചി, നമുക്കേവർക്കും
പൂഞ്ഞാറിലെ സിംഹം ശ്രീമാൻ PC ജോർജ് അവറകൾ, ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഴുവൻ വരാനിരിക്കുന്ന വേദിയിലേക്ക് കടന്നു വരാനിരിക്കുന്ന ആദരണീയനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ, നമ്മളേവരും നമ്മളോട് ഹൃദയം ചേർത്ത് വെച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് മുന്നേറ്റങ്ങളില്ലാത്ത കാലത്ത് പോലും കേരളത്തിലെ ബലിദാനികളെ കുറിച്ച് ചിന്തിക്കുകയും സംസാരിക്കുകയും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കേരളത്തിലെ ബലിദാനികൾ സൃഷ്ടിച്ച കേരളത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്ത ഇന്ത്യയുടെ അതിപ്രഗത്ഭനായിട്ടുള്ള ഹോം മിനിസ്റ്റർ അമിത്ഷാജി, അദ്ദേഹത്തോടൊപ്പം കടന്നു വരാനിരിക്കുന്ന പാർട്ടിയുടെ സമാദരണീയനായിട്ടുള്ള നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള സ്നേഹനിധികളായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, ജനാധിപത്യ വിശ്വാസികളെ, ഈ പ്രസംഗം പുറത്ത് കേൾക്കുന്ന ജനാധിപത്യ വിശ്വാസികളെ, മാധ്യമ സുഹൃത്തുക്കളെ, ഏവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. ഇവിടെ എൻ്റെ മുന്നിലിരിക്കുന്നത് പ്രഗത്ഭമതികളായിട്ടുള്ള നേതൃനിരയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഏറ്റുമാനൂർ രാധാകൃഷ്ണേട്ടനെ പോലെ, ശശിയേട്ടനെ പോലെ, അവിടെ സിനിമാ രംഗത്ത് അദ്വിതീയനായിട്ടുള്ള ദേവൻ ചേട്ടനെ പോലെ, നമ്മുടെ DGP ആയിട്ട് തന്നെ പ്രവർത്തിച്ച് നമ്മുടെ സംഘപരിവാർ പ്രസ്ഥാനത്തിലൂടെ പ്രവർത്തിച്ച് മുന്നോട്ട് വരുന്ന ജേക്കബ് തോമസ് സാറിനെ പോലെ എത്രയോ ആളുകൾ ഈ സദസ്സിൽ ഇരിക്കുകയാണ്. പ്രഗത്ഭന്മാരായിട്ടുള്ള ജില്ലാ അധ്യക്ഷന്മാർ, സംസ്ഥാന ഭാരവാഹികൾ, കഴിഞ്ഞ കാല കേരളത്തിൽ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി അക്ഷീണം പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളും ഇരിക്കുന്ന ഈ വേദിയിൽ റോഡിൽ പ്രസംഗിക്കുന്നത് പോലെ അങ്ങനെ സുഖകരമായിട്ട് നമുക്ക് കാര്യങ്ങൾ പ്രസംഗിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നത് നമ്മുടെ ആദരണീയനായിട്ടുള്ള അമിത്ഷാജിയുടെ വരവും കാത്തുകൊണ്ടാണ്. ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ഇവിടെ ഇരിക്കുന്നവർ എന്നേക്കാൾ കൂടുതൽ മനസ്സിലാക്കുകയും അത് കേരളത്തിൽ നിങ്ങളുടേതെല്ലാം പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും നിങ്ങൾ മറ്റുള്ള ജനാധിപത്യ വിശ്വാസികളോട് സമ്മതിച്ചതിനു ശേഷം ഈ വേദി ഇന്ന് കൈയടക്കിയിട്ടുള്ളത്, കഴിഞ്ഞ സംസ്ഥാന മീറ്റിംഗിൽ നമ്മൾ പറഞ്ഞു മാറാത്തത് മാറും എന്നുള്ള മുദ്രാവാക്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുമ്പോൾ വരാനിരിക്കുന്ന അടുത്ത തെരഞ്ഞെടുപ്പ് സമയത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലയുടെ ജനറൽ സെക്രട്ടറി എണീറ്റ് നിന്നുകൊണ്ട് പറയും, ഞാൻ ഇന്ന പ്രദേശത്തെ മുനിസിപ്പാലിറ്റിയിലെ ചെയർമാൻ ആണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടും എന്ന് നമ്മൾ ഓരോ ജില്ലകളിലും പറഞ്ഞിരുന്നു. ഇപ്പൊ നോക്കുന്ന സമയത്ത് ഓരോ ജില്ലകളിലും ജനപ്രതിനിധികളായി ജനങ്ങളെ അഭിമുഖീകരിക്കുകയും വിജയിക്കുകയും മുനിസിപ്പൽ ചെയർമാനായിട്ടും നമ്മുടെ ഈ അനന്തപുരിയുടെ തന്നെ കോർപ്പറേഷന്റെ വാതിൽ ജനങ്ങൾ തുറന്നു കൊടുത്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDAയെ ഹൃദയപൂർവ്വം സ്വീകരിച്ചപ്പോ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീമാൻ VV രാജേഷ്, അദ്ദേഹം ഉപരാഷ്ട്രപതി വരുന്ന വിമാനത്താവളത്തിൽ ആ മേയറുടെ കോട്ടിട്ട് നിൽക്കുന്ന കാഴ്ച എന്നെയും നിങ്ങളെയും പുളകം ചാർത്തിയിട്ടുണ്ട് നമ്മുടെ ഹൃദയത്തിൽ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമ്മൾ എത്രയോ തവണ കേന്ദ്രമന്ത്രിമാരെ, ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററെ സ്വീകരിക്കാൻ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്. നമ്മൾ എത്രയോ തവണ അധികാര കേന്ദ്രങ്ങളിൽ വിരാജിക്കുന്ന വലിയ വലിയ ആളുകൾ നമ്മുടെ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് പൂച്ചെണ്ട് കൊടുക്കാൻ പോകും, അവരെ സ്വീകരിക്കാൻ ഷാളുമായിട്ട് നമ്മൾ പോകും. എന്നാൽ നമ്മൾ കണ്ട കാഴ്ച, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ കൊടി പിടിച്ചുകൊണ്ട് പതിറ്റാണ്ടുകൾ പ്രവർത്തിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏതു ചുമതലയിലും പ്രവർത്തിച്ചതിന് ശേഷം നിങ്ങൾ ഒരു കോർപ്പറേഷനിലെ ഒരു വാർഡിൽ നിങ്ങൾ മത്സരിക്കണമെന്ന് പാർട്ടി തീരുമാനിച്ചപ്പോ ജില്ലാ പ്രസിഡന്റിന്റെ പദവിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ആ വാർഡിൽ മത്സരിക്കാൻ തീരുമാനമെടുത്ത് മുന്നോട്ട് പോയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട രാജേഷ് ആരാണെങ്കിലും ആ കോട്ടിട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ച നമ്മുടെ എല്ലാം തന്നെ മനസ്സ് കവരുന്ന രീതിയിലായിരുന്നു കേരളം മുഴുവൻ. ആ കാഴ്ചയ്ക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചു. ഇവിടെ വരാൻ പോകുന്ന നാളുകളിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDA നമ്മൾ പറഞ്ഞു മാറാത്തത് മാറും എന്നുള്ള മുദ്രാവാക്യം നമ്മൾ ഒരുമിച്ച് ഏറ്റെടുത്തുകൊണ്ട് ഈ കേരളത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അവിശുദ്ധ രാഷ്ട്രീയ സഖ്യം ഇരു മുന്നണികളും ഉണ്ടാക്കിയിരുന്നു എന്നതിന്റെ അവസാനത്തെ സൂചകം ഇന്നലെ ചില പ്രദേശങ്ങളിൽ നിന്ന് പുറത്തു വരികയുണ്ടായി. ആ സൂചകം എന്താണെന്ന് അറിയുമോ? തെരഞ്ഞെടുപ്പിന്റെ ദിവസം രാവിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീമാൻ ഗോവിന്ദൻ
മാസ്റ്റർ പറഞ്ഞു കേരളത്തിലെ ജനങ്ങളോട്, BJP അധികാരത്തിൽ വരാതിരിക്കാൻ ആവുന്നത്ര പരിശ്രമം ഞങ്ങൾ ചെയ്യും എന്ന്. തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണുന്ന ദിവസം കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ ഒരു പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ഒരു മനുഷ്യന്റെ പ്രസ്താവന ഞാനും നിങ്ങളും കേട്ടു. അതേ ദിവസം തന്നെയാണ് കോൺഗ്രസിന്റെ തലപ്പത്തിരിക്കുന്ന സണ്ണി ജോസഫ് പറഞ്ഞത്. എന്താണ്? ഇവർ വരാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കോൺഗ്രസ് പാർട്ടിയും ചെയ്യും എന്നവർ പറഞ്ഞു. ഒരു കാര്യം ഉറപ്പാണ്, അവർ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചായിരുന്നു പറഞ്ഞതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇവിടെ എത്തിയിട്ടുള്ള നിയോജക മണ്ഡലത്തിന്റെ അധ്യക്ഷന്മാർക്ക് മനസ്സിലായിട്ടുണ്ടാകും, ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റുമാർക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഈ അവിശുദ്ധമായിട്ടുള്ള സഖ്യം കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും അണിയറയിൽ അവർ എടുത്തതുകൊണ്ട് നമ്മൾ ഓരോ പ്രദേശങ്ങളിലും എത്രയോ സീറ്റുകളിൽ 2ാം സ്ഥാനക്കാരായി പോയി കേരളത്തിൽ എന്നുള്ളതാണ്. നമ്മളെ 1ാം സ്ഥാനത്ത് വരാതിരിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഓരോ ജില്ലയിലെയും നേതൃത്വം എണീറ്റ് നിന്നുകൊണ്ട് ഇന്ന പഞ്ചായത്തിൽ ഞങ്ങൾക്ക് ഇത്ര ആളുകൾ വിജയിച്ചിട്ടുണ്ട് എന്ന് കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി അവിശുദ്ധമായിട്ടുള്ള രാഷ്ട്രീയ സഖ്യം അവരുണ്ടാക്കി. ഇന്നലെ ഞാൻ കേട്ടത് ആലപ്പുഴയിലെ കായംകുളം നിയോജക മണ്ഡലത്തില് മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം അവിടെ 6 പഞ്ചായത്തുകളിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് അവർ സഖ്യം ചെയ്തിരുന്നു. അതിന്റെ ഏറ്റവും വലിയ സൂചകമാണ് ഇന്നലെ പല പ്രമുഖമായിട്ടുള്ള നോമിനേഷനുകളും 2 പാർട്ടിയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് പരസ്പരം സഹകരിച്ച് വോട്ട് ചെയ്തുകൊണ്ട് ആലപ്പുഴയിൽ അവർ നേടിയെടുത്തതിന്റെ ചിത്രം ഇന്ന് കേരളത്തിൽ പുറത്തു വന്നിരിക്കുകയാണ്. ഇത് ഓരോ ജില്ലകളിലും നമ്മൾ പരിശോധിക്കണം. ഓരോ ജില്ലകളിലും പരിശോധന നടത്തിക്കൊണ്ട് ജില്ലയുടെയും നിയോജക മണ്ഡലത്തിന്റെയും അമരക്കാർ ആ ചരിത്രം പൊതുസമൂഹത്തോട് തുറന്നു പറയണം. എങ്ങനെയാണ് നമ്മൾ 2ാം സ്ഥാനത്തായി പോയത്? ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടിരുന്ന ഒരു വ്യക്തി, നമ്മുടെ പ്രിയപ്പെട്ട ബിപിൻ സി ബാബു നമ്മുടെ പാർട്ടിയിലേക്ക് കടന്നു വന്നു. ബിപിൻ സി ബാബു നമ്മുടെ പാർട്ടിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജനറൽ സെക്രട്ടറി ശ്രീ സുരേഷ് പറയുകയാണ്, നമ്മുടെ രാഷ്ട്രീയ നിരൂപകനായിരുന്ന, ഞാൻ സത്യത്തിൽ കണ്ടില്ല, ഏറെക്കാലം പൊതു ചർച്ചകൾക്കെല്ലാം നേതൃത്വം കൊടുത്തിരുന്ന ശ്രീമാൻ റെജി ലൂക്കോസ്, അദ്ദേഹം ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം നമ്മുടെ പ്രസ്ഥാനത്തിനകത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് 2 വന്ദേ മാതരം ചൊല്ലിക്കൊണ്ട് അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കാൻ ഈ അവസരത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഓരോ പ്രദേശത്തെയും നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവർ ഒരു പുസ്തകവും പേനയും എടുത്തുകൊണ്ട് അതത് പഞ്ചായത്തുകളിൽ നിങ്ങൾ നോക്കണം. അവിടെ കോൺഗ്രസിന് കിട്ടിയ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് എത്രയാണ്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് എത്രയാണ്? ലീഗുകാരന് കിട്ടിയ വോട്ട് എത്രയാണ്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് എത്ര വോട്ടാണ് ഉണ്ടായിരുന്നത്? ആ വോട്ടുകൾ അവർ എവിടേക്കാണ് ഷിഫ്റ്റ് ചെയ്യിച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ച് പരിശോധിച്ച് അതത് പ്രദേശങ്ങളിൽ പ്രാദേശിക ചാനലുകളോട് സംവദിക്കാൻ മണ്ഡലത്തിന്റെ കാര്യകർത്താക്കന്മാരും ജില്ലയിലെ പ്രമുഖമായിട്ടുള്ള മാധ്യമങ്ങളെ വിളിച്ചു ചേർത്തുകൊണ്ട് ജില്ലയുടെ അധ്യക്ഷന്മാരും തീരുമാനമെടുത്താൽ ഇവരുടെ ഈ കള്ളക്കളി കേരള രാഷ്ട്രീയത്തിൽ പൊളിച്ചെഴുതാൻ നമുക്ക് സാധിക്കും. അതോടൊപ്പം കേരളത്തെ സ്നേഹിക്കുന്ന, കേരളത്തോട് ഹൃദയം ചേർത്ത് വെച്ചിട്ടുള്ള എത്രയോ യാത്രകൾ കേരള സംസ്ഥാനത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള ഹോം മിനിസ്റ്റർ ഈ വേദിയിലേക്ക് വരുമ്പോൾ ഇവിടെ ജനപ്രതിനിധികളായിട്ട് ജയിച്ച ആളുകൾ എണീറ്റ് നിൽക്കുന്നതോടൊപ്പം ഞാൻ ഉൾപ്പെടെ നമുക്കെല്ലാവർക്കും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചതിന്റെ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും നമ്മൾ എടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത്, നമ്മൾ കേന്ദ്രത്തിൽ പ്രധാനമന്ത്രി ഒരു പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചാൽ ആ പദ്ധതി 1 കൊല്ലം കഴിഞ്ഞാലും 2 കൊല്ലം കഴിഞ്ഞാലും 4 കൊല്ലം കഴിഞ്ഞാലും ഞാൻ നടപ്പിലാക്കില്ല എന്നുള്ള തീരുമാനത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഈ മുഖ്യമന്ത്രിക്കും ഭരണകൂടത്തിൽ നിയമസഭയുടെ അകത്തിരിക്കുന്ന പ്രതിപക്ഷത്തിനും ഞാനും നിങ്ങളും കൊടുക്കേണ്ട മറുപടി എന്നുള്ളത് നമ്മൾ കഠിന പ്രയത്നം ചെയ്തുകൊണ്ട് കേരള സംസ്ഥാനത്ത് മുന്നോട്ട് പോയി MLA-മാരെ സൃഷ്ടിക്കുക എന്നുള്ളതോ അക്കൗണ്ട് തുറക്കുക എന്നുള്ളതോ അല്ല പ്രധാന പരിപാടി. ഡബിൾ എഞ്ചിൻ സർക്കാർ അത് കേരളത്തിന്റെ ഭരണകൂടത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഏറ്റെടുക്കാൻ സാധിക്കുമെന്നുള്ള ദൗത്യത്തിന്റെ പ്രഖ്യാപനമായിട്ടാണ് നമ്മൾ എല്ലാവരും ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ സാധിക്കും.
അനന്തപുരിയുടെ വാതിൽ തുറക്കാമെങ്കിൽ 101 പേരിൽ ഇത്രയധികം ആളുകളെ വിജയിപ്പിച്ചുകൊണ്ട് അനന്തപുരിയുടെ വിജയം എന്ന് പറയുന്നത് നമ്മൾ ക്രമേണ തുടങ്ങി. 2004 നമ്മുടെ പ്രിയപ്പെട്ട ഒ രാജഗോപാൽജി മത്സരിക്കുമ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് നമുക്ക് 2ാം സ്ഥാനത്ത് വരാൻ സാധിച്ചിട്ടും ഈ തിരുവനന്തപുരത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് നിയമസഭയിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടവർ അസംബ്ലിയിലേക്ക് കടക്കാതിരുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ MLA-മാർ ഉണ്ടാകണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കാത്തത് കൊണ്ടല്ല, നമ്മൾ പണിയെടുക്കാത്തത് കൊണ്ടല്ല, നമ്മുടെ നേതാക്കന്മാർക്ക് കഴിവ് കുറവുകൾ ഉള്ളത് കൊണ്ടല്ല, മറിച്ച് ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് ചേർന്ന് കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഓരോരുത്തരെ തെരഞ്ഞു പിടിച്ച് പരാജയപ്പെടുത്തിയത് കൊണ്ടാണ്. എനിക്ക് പറയാൻ സാധിക്കും, ഞാൻ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് കഴക്കൂട്ടത്താണ്. അവിടെ ശബരിമലയിൽ ആചാരത്തെ തകർക്കാൻ അയ്യപ്പനെ വെല്ലുവിളിച്ച ശ്രീമാൻ കടകംപള്ളി സുരേന്ദ്രനെതിരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുമ്പോൾ ഞാൻ അവിടെ ചെല്ലുന്നതിന് മുൻപ് കരുതിയത് കോൺഗ്രസിലെ ഏറ്റവും വലിയ ഒരു നേതാവിനെ ആ കടകംപള്ളിക്കെതിരെ മത്സരിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ നേതൃത്വം തയ്യാറാകുമെന്നായിരുന്നു. എന്നാൽ നമുക്ക് കാണാൻ സാധിച്ച ഒരു കാഴ്ച എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാർ പോലും അറിയാത്ത ഒരു ലാലേട്ടനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി കോൺഗ്രസ്. എന്തുകൊണ്ടാണ്? കടകംപള്ളിയെ വിജയിപ്പിക്കാൻ വേണ്ടി. കഴക്കൂട്ടത്തെ കടകംപള്ളിയെ വിജയിപ്പിക്കാൻ എടുത്ത അതേ തീരുമാനമായിരുന്നു മഞ്ചേശ്വരത്ത് ശ്രീമാൻ സുരേന്ദ്രനെതിരെ പ്രയോഗിച്ചത്. ശ്രീമാൻ സുരേന്ദ്രൻ കേരള നിയമസഭയ്ക്കകത്ത് കടക്കരുത് എന്ന് തീരുമാനമെടുത്തുകൊണ്ട് ആരാണോ ജയിക്കേണ്ടയാളെന്ന് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും നേതാക്കന്മാർ അണിയറയിൽ തീരുമാനമെടുക്കും. അവർ നമ്മളെ തോൽപ്പിക്കും. 1/2 ഡസൻ ആളുകളെയാണ്, ഞാൻ ഉൾപ്പെടെ 1/2 ഡസൻ ആളുകളെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്ത് നിർത്തി. പ്രിയപ്പെട്ടവരെ, 5 വർഷം പിന്നോട്ട് വീണ്ടും നമ്മൾ ചിന്തിക്കുക. 5 വർഷം പിറകിലേക്ക് നമ്മൾ പോയാൽ അതിന്റെ 5 വർഷം മുമ്പ് പാലക്കാട് ഞാൻ മത്സരിക്കാൻ പോയി. ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച, പ്രഗത്ഭനാണ് എന്ന് കേരളത്തിന് ബോധ്യമുള്ള, മാർക്സിസ്റ്റ് പാർട്ടിക്കും കുറച്ചു ബോധ്യമുള്ള പാലക്കാട്ടുകാരനായ NN കൃഷ്ണദാസ് എന്ന് പറയുന്ന 10 വർഷത്തിലധികം ഇന്ത്യൻ പാർലമെന്റിൽ ഇരുന്ന് കരുത്തു തെളിയിച്ച ആ NN കൃഷ്ണദാസിനെ ഷാഫി പറമ്പലിനെതിരെ മത്സരിപ്പിക്കുന്നു. കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും മത്സര രംഗത്ത് മുന്നോട്ട് പോകുന്നു. അവിടെ നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ഞാനും മത്സര രംഗത്ത് നിൽക്കുന്നു. എലക്ഷന്റെ വോട്ട് പെട്ടിയിലാകുന്നതിന് 10 ദിവസം മുൻപ് ശ്രീമാൻ NN കൃഷ്ണദാസിനെ കാണാതാവുന്നു. എവിടെയുമില്ല, പ്രസംഗമില്ല, അദ്ദേഹത്തിന്റെ യാത്രകളില്ല, അദ്ദേഹം ആരുടെയും വീടുകളിൽ കയറുന്നില്ല. NN കൃഷ്ണദാസിനെ കണ്ടുപിടിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടുത്തെ പോലീസ് അധികാരിക്ക് സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ നമ്മളൊരു പരാതി നൽകി. അത് തമാശയായിരുന്നു എങ്കിൽ പോലും അത് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയായിരുന്നു. ആ NN കൃഷ്ണദാസിന്റെ പാർട്ടി ഉണ്ടല്ലോ, മാർക്സിസ്റ്റ് പാർട്ടി, ആ മാർക്സിസ്റ്റ് പാർട്ടി ഷാഫി പറമ്പിലെ ജയിപ്പിക്കാൻ വേണ്ടി വോട്ടുകൾ മറിച്ചു കൊടുത്തുകൊണ്ട് അന്നും തോൽപ്പിച്ചു. എന്നെ മാത്രമല്ല, അപ്പുറത്തെ മലമ്പുഴയിൽ നിന്ന് കൃഷ്ണകുമാർ തോറ്റു. കാരണം കൃഷ്ണകുമാർ മത്സരിച്ചത് മലമ്പുഴയിലെ VS അച്യുതാനന്ദന്റെ മണ്ഡലത്തിലായിരുന്നു. അവിടെ മാർക്സിസ്റ്റ് പാർട്ടി വിജയിക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് ഒരു ദുർബലനായിട്ടുള്ള, അതായത് രാഷ്ട്രീയത്തിൽ അങ്ങനെ പയറ്റി തെളിഞ്ഞ് കടന്നു വരാത്ത, എന്നാൽ ചെറിയ രീതിയിൽ മാത്രം ആളുകൾക്ക് അറിവുള്ള ജോയ് എന്ന് പറയുന്ന ഒരു നേതാവിനെ കോൺഗ്രസ് അവിടെ മത്സരിപ്പിക്കുന്നു. കൃഷ്ണകുമാറും തോറ്റു, അപ്പുറത്ത് ശ്രീമാൻ സുരേന്ദ്രനും തോറ്റു. ഞാൻ പറഞ്ഞു വന്നത്, കഴിഞ്ഞ 10 വർഷം ഭാരതീയ ജനതാ പാർട്ടിയുടെ വിവിധ നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവരുടെ ജീവിതത്തെയല്ല അവർ നഷ്ടപ്പെടുത്തിയത്. നമ്മുടെ മണ്ഡലത്തിന്റെയും ജില്ലയിലെയും പ്രാഗൽഭ്യത്തോടുകൂടി പ്രവർത്തിച്ച് കടന്നു വരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ മുന്നേറ്റത്തെ തകർക്കാൻ വേണ്ടിയിട്ടാണ് അവർ പരിശ്രമിച്ചതെങ്കിൽ ആ ശ്രമം കേരള രാഷ്ട്രീയത്തിൽ വിജയിച്ചുവെങ്കിൽ നമ്മുടെ ആദരണീയനായിട്ടുള്ള മുൻ കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻജി ഈ വേദിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെ തോൽപ്പിക്കുക എന്നുള്ളതല്ല, ഏതെങ്കിലും വ്യക്തികളെ തോൽപ്പിക്കുക എന്നുള്ളതല്ല. ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനം കേരള രാഷ്ട്രീയത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന വിഷയങ്ങളെ ഞങ്ങൾ കേരള നിയമസഭയിൽ ചർച്ച ചെയ്യിക്കില്ല എന്ന തീരുമാനമെടുത്തുകൊണ്ടാണ്
കേരളത്തിൽ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും മുന്നോട്ട് പോയതെങ്കിൽ 10 വർഷം നമ്മുടെ പ്രസ്ഥാനത്തിന്റെ അവർ നശിപ്പിച്ചു. 10 വർഷം അവർ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നമ്മുടെ വർഷം നശിപ്പിച്ചപ്പോ എന്തുണ്ടായി? അയ്യപ്പന്റെ കട്ടിളപ്പാളി പൊളിച്ചു നീക്കി കൊണ്ടുപോയപ്പോ എണീറ്റ് നിന്ന് ചോദ്യം ചോദിക്കാൻ കേരള നിയമസഭയില് നട്ടലുള്ള ഒരാള് പോലും ഇല്ലാത്ത അവസ്ഥയുണ്ടായി. ചെന്നിത്തല പറഞ്ഞു, SITയുടെ ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ രമേശ് ചെന്നിത്തല പോയി മൊഴി കൊടുത്തു. ആരാണ് SIT എന്ന് പറയുന്നത്? പിണറായി വിജയന്റെ പോലീസല്ലേ? SIT എന്ന് പറയുന്നവർക്ക് മൊഴി കൊടുക്കാൻ ആഗ്രഹിച്ച കേരളത്തിന്റെ രമേശ് ചെന്നിത്തലയോട് ഭാരതീയ ജനതാ പാർട്ടി ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് ശബരിമല വിഷയം പരിപൂർണമായി തെളിയണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ദേശീയ ഏജൻസി അന്വേഷിക്കാൻ വരണമെന്നല്ലേ ശ്രീമാൻ രമേശ് ചെന്നിത്തല ആവശ്യപ്പെടേണ്ടത്? അവരുടെ മുൻപാകെയല്ലേ രമേശ് ചെന്നിത്തല തന്റെ കാര്യങ്ങൾ തുറന്നു പറയേണ്ടത്? സോണിയാഗാന്ധിയുടെ കയ്യിൽ അവിടെ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കുറച്ചു നേരത്തേക്ക് ചരട് കെട്ടിക്കൊടുത്തു അത്രേ. ആരാ കെട്ടിക്കൊടുക്കാൻ പോയത്? നമ്മുടെ ശ്രീമാൻ മുരളീധരൻജി മത്സരിച്ച ആറ്റിങ്ങലിലെ, ഞാൻ മത്സരിച്ചപ്പോ ആറ്റിങ്ങലിൽ നിന്ന് ജയിച്ച് MP ആയി പോയ അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയ മാഡവും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം നമ്മുടെ മുന്നിൽ പുറത്തു വന്നു. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, അടൂർ പ്രകാശിനും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും സോണിയ മാഡത്തിനും ഈ കട്ടിളപ്പാളി പൊളിച്ചതിനെ കുറിച്ച് അറിയാം. വെറുതെ സോണിയാഗാന്ധിയെ കാണാൻ പോകുമോ? ഏറ്റവും കൂടുതൽ പുരാവസ്തുക്കൾ ഇന്ത്യ മഹാരാജ്യത്തു നിന്ന് കടത്തിക്കൊണ്ടുപോയിട്ടുള്ളത് ഇറ്റലിയിലേക്കാണ് എന്ന് ശ്രീമാൻ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ പഴയകാല റിപ്പോർട്ടുകൾ നമ്മുടെ മുന്നിലില്ലേ? ആ റിപ്പോർട്ടുകൾ നമ്മുടെ മുന്നിൽ ഇരിക്കുമ്പോ നമ്മൾ 1/2 ഡസൻ പേർ കേരള നിയമസഭയിൽ 10 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നുവെങ്കിൽ കട്ട്ള പൊളിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കാൻ ഈ കടകംപള്ളി സുരേന്ദ്രന് ആംബിയർ ഉണ്ടാകുമായിരുന്നോ എന്നുള്ള ചോദ്യം ഈ കേരള രാഷ്ട്രീയത്തിൽ ഉയർത്താൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലാംശത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് എടുക്കേണ്ട തീരുമാനം നമുക്ക് ഈ കേരളത്തിന് വിജയിക്കണമോ വേണ്ടയോ എന്നുള്ള ചോദ്യമാണ്. കേരളത്തിന് വിജയിക്കണം എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അനന്തപുരി വിജയിച്ചപ്പോൾ കേരളത്തിലെ പ്രബുദ്ധതയുള്ള ജനത വിജയിച്ചു എന്നുള്ളതാണ്. അനന്തപുരി വിജയിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട രാജേഷിന്റെ സ്വപ്ന പദ്ധതികൾ പത്രക്കാരോട് വിശദീകരിക്കുന്നത് നമ്മൾ എല്ലാവരും കേട്ടു. ആ പദ്ധതികളിൽ ആത്മീയ ടൂറിസം ഉണ്ട്. ആ പദ്ധതിയിൽ ഒരു നഗരത്തിന്റെ വികാസത്തെ കുറിച്ചുള്ള ചർച്ചയുണ്ട്. ആ പദ്ധതികളിൽ കേന്ദ്ര ഗവൺമെന്റുമായി ചേർന്ന് നിന്നുകൊണ്ട് എന്തെല്ലാം പദ്ധതികൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നതിനെ കുറിച്ചുള്ള വാക്കുകളുണ്ട് എന്നുകൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ മീറ്റിംഗിൽ ഇരിക്കുന്നത്. 2 കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കണക്കാണ്. UPA ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് കേരളത്തിന്റെ റെയിൽവേ മേഖലയുടെ വികസനത്തിന് വേണ്ടി കൊടുത്ത രൂപ 372 കോടി രൂപയാണ്. 372 കോടി രൂപ മാത്രം റെയിൽവേ മേഖലയ്ക്ക് വേണ്ടി കൊടുത്ത് UPA ഗവൺമെന്റിനെ പിന്തുണച്ചുകൊണ്ട് PM ശ്രീയുടെ പദ്ധതി പോലും കേരളത്തിലേക്ക് വേണ്ട എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഉപദേശിക്കുന്ന ശ്രീമാൻ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും VD സതീശനും പറയുകയാണ്, റെയിൽവേ മേഖലയ്ക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. അപ്പം നമുക്ക് പറയാൻ സാധിക്കും, എറണാകുളം കോട്ടയം കായംകുളം പാത ഇരട്ടിപ്പിക്കൽ വർഷങ്ങളോളം പൂർത്തിയാകാതെ കിടന്നു. പുനലൂർ ചെങ്കോട്ട ആ പാതകൾ ഡീസൽ പാതകളായി വർഷങ്ങളോളം കിടന്നു. എന്നാൽ NDAയുടെ ഭരണകാലഘട്ടത്തിൽ കേരളത്തിനുള്ള റെയിൽവേ വിഹിതം 7 മടങ്ങ് വർദ്ധിപ്പിച്ചുകൊണ്ട് 2704 കോടി രൂപ കേരളത്തിന് നൽകിക്കൊണ്ട് നമ്മുടെ റെയിൽവേ വകുപ്പ് മന്ത്രിയും ഇന്ത്യയുടെ ഭരണകൂടത്തിന്റെ കാവൽക്കാരൻ ശ്രീമാൻ നരേന്ദ്രമോദിയും ചേർന്ന് കേരളത്തിന്റെ റെയിൽവേ മേഖലയെ വികസിപ്പിച്ച കഥ അത് വരാൻ പോകുന്ന നാളുകളിൽ നിങ്ങൾ സമൂഹത്തോട് പറയണം. നമ്മൾ സമൂഹത്തോട് പറയും, 372 കോടിയാണോ വലുത്, 2000 കോടിയിലധികം വരുന്ന തുകയാണോ വലുത് എന്നതിനെ കുറിച്ച് നമ്മൾ ചർച്ചയാക്കപ്പെടും. നമ്മുടെ പ്രിയപ്പെട്ട മേയർ, നമ്മുടെ സ്വപ്നം വിശ്വാസമായി
വാക്കാക്കി മാറ്റാൻ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞനുജൻ ശ്രീമാൻ രാജേഷിനെ, അദ്ദേഹത്തിന്റെ പ്രവർത്തന പദ്ധതികളെ ഈ കേരള സംസ്ഥാനം അതീവ ശ്രദ്ധയോടുകൂടി നോക്കിക്കാണുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഓരോ ലീഡറോടും വിജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ള പോയിന്റ് ഇങ്ങനെയാണ്: നിങ്ങൾ ശ്രീമാൻ വി രാജേഷ് സംസ്ഥാന നേതാവായിട്ടുണ്ട്, വി രാജേഷ് ജില്ലയുടെ അധ്യക്ഷനായിട്ടുണ്ട്. എന്നാൽ ഈ നിമിഷം മുതൽ വി രാജേഷിന് നമ്മുടെ ഈ സംസ്ഥാന ഘടകം കൊടുക്കുന്ന ഒരു ചുമതല എന്ന് പറയുന്നത് അനന്തപുരിയുടെ ജോലിക്കാരനായി ശ്രീമാൻ വി രാജേഷ് പണിയെടുക്കും, ജോലി ചെയ്യും. അത് കേരളം മുഴുവൻ കാണുമെന്നുള്ള ഉത്തരവാദിത്വമാണ് സംസ്ഥാന ഘടകവും അഖിലേന്ത്യാ ഘടകവും നമ്മുടെ പ്രിയപ്പെട്ട അനുജൻ രാജേഷിന് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, കേരളത്തിന്റെ റെയിൽവേ മേഖല 372 കോടി രൂപ 10 കൊല്ലം കൊണ്ട് കിട്ടിയപ്പോൾ 2700 കോടിയോളം രൂപ നമ്മുടെ റെയിൽവേ മേഖലയ്ക്ക് കിട്ടിയത് ഞാനും നിങ്ങളും ചർച്ച ചെയ്യും. ഇന്ന് ഒരു അവാർഡ് കേന്ദ്രം കൊടുത്തു. ആർക്കാ കൊടുത്തത്? എല്ലാ സംസ്ഥാനങ്ങളിലെയും റെയിൽവേ മേഖലയുടെ പ്രവർത്തനം പരിശോധിച്ചു. നമ്മുടെ പ്രിയപ്പെട്ട ദാസേട്ടൻ വേദിയിൽ ഇരിക്കുന്നുണ്ട്. ദാസേട്ടൻ റെയിൽവേ അമ്യൂണിറ്റി കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു. ദാസേട്ടൻ ഓരോ സ്ഥലത്ത് പെട്ടിയും പിടിച്ചിങ്ങനെ പോകുമ്പോ, സംസ്ഥാന ഭാരവാഹി യോഗം കഴിയുമ്പോ ഞങ്ങളൊക്കെ ചോദിക്കും, ഇന്ന് എവിടേക്കാണ്? തെലങ്കാനയിലേക്കാണോ, ഡൽഹിയിലേക്കാണോ, അതോ കണ്ണൂരിലേക്കാണോ? അങ്ങനെ ഞങ്ങള് ചോദിക്കും ദാസേട്ടനോട്. പക്ഷെ ഒരു കാര്യം ഉറപ്പായി, റെയിൽവേയുടെ അമ്യൂണിറ്റി കമ്മിറ്റി ആ ചെയർമാൻ പോസ്റ്റിൽ ഇരുന്നു കൊണ്ട് ദാസേട്ടൻ പ്രവർത്തിക്കുകയും ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഘടകം അദ്ദേഹത്തിനൊരു ചുമതല കൊടുക്കുകയും ചെയ്തപ്പോ അവിടെ ചോദിക്കാനും പറയാനും ആളുണ്ടായി. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വേഗതയിൽ റെയിൽവേ ഡബിളിംഗ് നടന്ന ഒരു സംസ്ഥാനത്തിന്റെ അവാർഡ് ആരുമറിയാതെ സംസ്ഥാന ഗവൺമെന്റ് വാങ്ങിയെടുത്ത് തിരിച്ചു കൊണ്ടുപോരുമ്പോൾ നന്ദി പറഞ്ഞില്ലെങ്കിലും നന്ദി കേട് പറയാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ റെയിൽവേ മേഖലയുടെ വികസനത്തിന്റെ കാരണക്കാരൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ക്യാബിനറ്റ് മിനിസ്റ്ററും അതിലിരിക്കുന്ന ഓരോ ബോർഡിൽ പ്രവർത്തിക്കുന്നവരുമാണ് എന്ന് നമ്മൾ സമൂഹത്തോട് തുറന്നു പറയും. പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, ദേശീയപാതയെ കുറിച്ച് പറഞ്ഞാൽ 2 മുഖ്യമന്ത്രിമാർ ആലപ്പുഴയിൽ നിന്നുണ്ടായിരുന്നു, 4 കേന്ദ്രമന്ത്രിമാർ ആലപ്പുഴയിൽ നിന്നുണ്ടായിരുന്നു. അവിടെ ഇപ്പോ എല്ലാ സ്ഥലത്തും കോൺഗ്രസിന്റെ KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ചാനലുകളൊക്കെ തുടങ്ങി ചില മാധ്യമങ്ങളെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹൈവേ വികസനത്തെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയണം, കേരളത്തിൽ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് അവിടെ ഒരു ദേശീയ പാതയുടെ ഉദ്ഘാടനമല്ല, ദേശീയ പാത വേണോ വേണ്ടോ എന്ന് 1980 ആലോചിച്ചു. ദേശീയ പാതയ്ക്ക് വേണ്ടിയിട്ട് സാങ്ഷൻ കൊടുക്കാൻ 5 കൊല്ലം കാത്തിരിക്കേണ്ടി വന്നു. എന്നാൽ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ശ്രീമാൻ നരേന്ദ്രമോദിയുടെ നാട്ടിൽ ശ്രീമാൻ ഗഡ്കരി ഒരു പദ്ധതി ഓർത്താൽ, തീരുമാനമെടുത്താൽ, സ്വിച്ചിട്ട് കഴിഞ്ഞാൽ അതീവ വേഗതയിൽ ആ പദ്ധതി കേരളത്തിൽ പ്രാവർത്തികമാക്കപ്പെടാൻ പോവുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട കുര്യൻജി വേദിയിൽ ഇരിക്കുന്നുണ്ട്. എത്ര കോടി കൊടുത്തു എന്ന് അദ്ദേഹത്തിന് അറിയാം. അതായത് ഞങ്ങള് കഴിഞ്ഞ ദിവസം മീറ്റിംഗിൽ സംസാരിക്കുമ്പോൾ 2000 കോടി രൂപയ്ക്കടുത്ത് ഫിഷറീസ് മേഖലയ്ക്ക് വേണ്ടി ഈ കേരളത്തിന് സംഭാവന ചെയ്തു കഴിഞ്ഞു കേന്ദ്ര ഗവൺമെന്റ്. 2000 കോടി രൂപയോളം ഒരു സാധാരണക്കാരൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ചുമതലയിലൂടെ കടന്നു വന്ന് കേന്ദ്രമന്ത്രിയായി സാധാരണക്കാരിൽ സാധാരണക്കാരനെ പോലെ ജനാധിപത്യ വിശ്വാസികളോട് ഇടപെട്ടുകൊണ്ട് എവിടെ നിന്നും പരാതികൾ സ്വീകരിച്ചുകൊണ്ട് ഇവിടേക്ക് പദ്ധതികൾ കൊടുക്കുമ്പോ ഇവിടത്തെ മന്ത്രി ചിഞ്ചുറാണിയുടെ ഫ്ലക്സ് ബോർഡ് അല്ലാതെ ശ്രീമാൻ ജോർജ് കുര്യന്റെ ഫ്ലക്സ് ബോർഡോ നന്ദി വാക്കോ കേരളത്തിന്റെ പിണറായി വിജയന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള ബോധ്യം അത് മനസ്സിലാക്കിക്കൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലാ അധ്യക്ഷന്മാരുടെ ശ്രദ്ധയിലേക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കേന്ദ്രമന്ത്രിമാർ ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ച് ഞാനും നിങ്ങളും പൊതുസമൂഹത്തോട് മൈക്കിലൂടെ വിളിച്ചു പറയണം, ഫ്ലക്സ് ബോർഡുകളിലൂടെ വിളിച്ചു പറയണം, നോട്ടീസുകളിലൂടെ വിളിച്ചു പറയണം. ഈ കാര്യകർതൃത്വം ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം എന്നുകൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു മന്ത്രി കൂടിയുണ്ട്, ശ്രീമാൻ സുരേഷ് ഗോപി. എല്ലാവരും പറയുന്നത് അദ്ദേഹത്തിന് പെരുമാറാൻ അറിയില്ല. അദ്ദേഹത്തിന് പെരുമാറാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം BJP-കാരനായിരുന്നോ? അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുണ്ടോ? അദ്ദേഹം നിയോജകമണ്ഡലത്തിന്റെ അധ്യക്ഷനായിട്ടുണ്ടോ?
അദ്ദേഹം ജില്ലയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ടോ? അദ്ദേഹം സിനിമാ മേഖലയിൽ നിന്ന് അബ്രപാളികളിൽ തങ്കസൂര്യനെ പോലെ തിളങ്ങി നിൽക്കുന്ന ഒരു സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോടും ആഭ്യന്തര വകുപ്പ് മന്ത്രിയോടും ഉണ്ടായിട്ടുള്ള കൗതുകത്തിന്റെയും സ്നേഹത്തിന്റെയും അടിസ്ഥാനത്തിൽ ഞാൻ ഈ നാടിന്റെ വികസനത്തിന്റെ കാരണക്കാരനായ ശ്രീമാൻ നരേന്ദ്രമോദിയോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് തീരുമാനമെടുത്തുകൊണ്ട് കടന്നു വന്ന ശ്രീമാൻ സുരേഷ് ഗോപിക്ക് ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രനെ പോലെയോ ശ്രീമാൻ സുരേന്ദ്രനെ പോലെയോ മാധ്യമ സുഹൃത്തുക്കളോടോ ജനങ്ങളോടോ ഇടപഴകാൻ കഴിഞ്ഞു എന്ന് വരില്ല. അദ്ദേഹത്തിന്റെ ജോലി സിനിമാ മേഖലയിലെ അഭിനയമായിരുന്നു. എന്നാൽ ഞങ്ങൾ കണക്ക് പറയിക്കും, തൃശൂർ ജില്ലയിലേക്ക് എന്തെല്ലാം പദ്ധതികൾ ശ്രീമാൻ സുരേഷ് ഗോപി കൊടുത്തു. നിങ്ങൾ എന്ത് നടപ്പിലാക്കി? എന്താ നടപ്പിലാക്കാത്തത്? തൃശൂർ പേരൂരിന്റെ ജില്ലാ കലക്ടറുടെ മുൻപാകെ എത്രയോ തവണ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വം ചെന്നു. ഈ സുരേഷ് ഗോപി പ്രഖ്യാപിച്ച പദ്ധതികൾ അത്രയും പാതി വഴിയിൽ നിൽക്കുകയും അതിനോട് സഹകരിക്കാൻ തയ്യാറല്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് MLA-മാർ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഈ കേരളത്തിന്റെ മണ്ണിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ടൂറിസം വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്. ആരാ ടൂറിസം വകുപ്പിന്റെ മന്ത്രി കേരളത്തിൽ? നമ്മുടെ മുഖ്യമന്ത്രി പിണറായിയിലെ പാറപ്പുറത്തെ പൊന്നു തമ്പുരാന്റെ മരുമകനാണ് റിയാസ്. പദ്ധതി ഇങ്ങോട്ട് കിട്ടിയാൽ അതിവിടെ ഇംപ്ലിമെന്റ് ചെയ്യണ്ടേ? ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ആ തലക്കനം ഉപേക്ഷിച്ച് ഇതെന്റെ അമ്മായിയപ്പന്റെ സ്വത്താണ് ഈ കേരളം എന്ന് കരുതി ഇരിക്കുന്ന ടൂറിസം മന്ത്രി റിയാസിന്റെ പിടിപ്പുകേട് കൊണ്ടാണ് കേന്ദ്രത്തിന്റെ ടൂറിസം പ്രൊജക്ടുകൾ ഈ കേരളത്തിലേക്ക് നടപ്പിലാകാതെ പോകുന്നത് എന്ന് ഞാനും നിങ്ങളും കേരളത്തിന്റെ തെരുവീതിയിൽ ചർച്ചയാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ കേന്ദ്രം കേരളത്തിലേക്ക് കൊടുക്കുന്ന പദ്ധതികൾ ഇങ്ങോട്ടേക്ക് എത്രയും പെട്ടെന്ന് വരണമെന്ന് ശ്രീമാൻ പ്രകാശ് ജാവേദ്കർജിയോട് 1-2 മീറ്റിംഗുകൾ പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, നോ ഷോർട്ട് കട്ട്, ഒരെളുപ്പ വഴിയുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഞങ്ങളോട് ഒരെളുപ്പ വഴിയുമില്ല, നിങ്ങൾ MLA-മാരായിക്കോളൂ. ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള നമ്മുടെ പ്രഗത്ഭമതികളായിട്ടുള്ള നേതൃത്വം ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് ഒരു ദൃഢപ്രതിജ്ഞ എടുക്കും. എന്താണ്? ഡൽഹിയിൽ ഒരു പദ്ധതി സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചാൽ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് നമ്മൾ 30-ലധികം വരുന്ന സീറ്റുകളിൽ 30,000-ലധികം വോട്ടുകൾ പിടിച്ചുകൊണ്ടാണ് ഈ കേരളത്തിന്റെ മണ്ണിൽ ഇരിക്കുന്നതെങ്കിൽ വരാൻ പോകുന്ന നാളുകളിൽ നിയമസഭയെ ഇളക്കി മറിച്ചുകൊണ്ട് മാറ്റങ്ങൾക്ക് കാരണക്കാരായി മാറാൻ എന്റെ സഹപ്രവർത്തകന്മാർ, സഹോദരന്മാർ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് മുന്നേറിയാൽ 2 മുന്നണികളും കിടുകിട കേരളത്തിൽ വിറയ്ക്കും. നമ്മൾ വിറപ്പിക്കുമെന്നുള്ള ആ പ്രതിജ്ഞയോടുകൂടി ഇവിടെ നിന്ന് നമ്മൾ പിരിഞ്ഞു പോകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ വിജയത്തിന്റെ കാഹളം സൃഷ്ടിച്ച മുഴുവൻ ആളുകൾക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം.